എന്നാലും എൻവിഡിയുടെ സ്റ്റോക്ക് എന്തിനാ Quiet, താഴെ പോയെന്ന് ഒരു ഐഡിയ quiet, quiet, കിട്ടുന്നില്ലല്ലോ. quiet, quiet, quiet. മേലോട്ടല്ലേ പോകേണ്ടിയിരുന്നത്. നമസ്കാരം സുഹൃത്തുക്കളെ, കൈപ്സ് കഫേയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് അവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഇത് ലൈവായിട്ട് യൂട്യൂബിലും കൂടി സൈമിൾ കാസ്റ്റ് ചെയ്യുകയാണ്. സോ നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്ലബ് ഹൗസിൽ നിന്ന് കൈപ്സ് കഫേ എന്ന് സെർച്ച് ചെയ്താൽ കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. ഞാൻ ഈ ഹൗസും ക്ലബും ഒന്നും ഉണ്ടാക്കിയില്ല. സോ യു ആർ ഫ്രീ ടു ആക്ച്വലി ജോയിൻ ഇൻ ആൻഡ് നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണമെങ്കിൽ രേഖപ്പെടുത്താം. ഈ മുഹമ്മദ്, നമ്മുടെ ഈ റൂമിൻ്റെ ലിങ്ക് ചാറ്റിലൊന്ന് ഇടുമോ? ക്ലബ് ഹൗസിൽ തന്നെ ഇടുമോ? അപ്പം എനിക്ക് ഇവിടെയും കൂടി കൊടുക്കാം. അപ്പോൾ ആർക്കെങ്കിലും സംസാരിക്കാനുള്ള സൗകര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ക്ലബ് ഹൗസ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ജസ്റ്റ് ഗെറ്റ് ഇൻ ടു ദിസ് സ്പെസിഫിക് റൂം. അതേപോലെ സ്റ്റുഡിയോയിൽ കയറാൻ താല്പര്യമുണ്ടെങ്കിൽ ഇൻവൈറ്റ് ആസ് ഗസ്റ്റ്. ദിസ് ഇസ് ദ ലിങ്ക്. അത് ഞാൻ അവിടെ ഇട്ടിട്ടുണ്ട്, ക്ലബ് ഹൗസിൽ ഇട്ടിട്ടുണ്ട്. അതുപോലെ നിങ്ങൾക്ക് യൂട്യൂബിൽ കൂടി കയറണമെങ്കിൽ അവിടെയും ഇട്ട് തരാം. ആദ്യം ഞാനിതൊന്ന് വാച്ച് ഓൺ യൂട്യൂബ്. സൗണ്ട് യൂട്യൂബിൽ വരുന്നുണ്ടോ എന്നൊന്ന് ആരെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇൻ ഇസ്ലാം ദ ലോ ഈസ് ഗിവൻ ബൈ ഗോഡ് ആൻഡ് മസ്റ്റ് ബി ഒബേഡ് ആസ് ഇറ്റ് ഈസ്. ഇന്ന് നമ്മുടെ വിഷയം മുഹമ്മദിൻ്റെ മതം അല്ല. Theocracy is a foundation of Islam and democracy cannot be built on such a foundation. Was that the title that I had given here? I'm sorry if that was a title. What was the title for the YouTube? അതല്ലല്ലോ ടൈറ്റിൽ. എന്ത് കട ഇത്? മുഹമ്മദ്, എന്താണ് മുഹമ്മദിന് എന്തോ ചോദ്യം ഉണ്ടായിരുന്നില്ല? നമ്മൾ റൂം തുടങ്ങുന്നതിന് മുമ്പ് എന്തോ ചോദിച്ചായിരുന്നു. വാട്ട് വാസ് യുവർ ക്വസ്റ്റ്യൻ? ഹലോ, ഇവിടെ മ്യൂട്ട് വെച്ചിട്ടാണ്. സോറി ഇവിടെ മ്യൂട്ടായിരുന്നു. ഹലോ, കേൾക്കാമോ? കേൾക്കാം, എല്ലാവർക്കും കേൾക്കാം. യൂട്യൂബിൽ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് കേൾക്കാമോ? നമുക്കിപ്പോൾ ഓൾറെഡി 14 മെമ്പേഴ്സ് ജോയിൻ ചെയ്തിട്ടുണ്ട്. സോറി, നോട്ട് മെമ്പേഴ്സ്, സബ്സ്ക്രൈബേഴ്സ് ജോയിൻ ചെയ്തിട്ടുണ്ട്. നിസാം, വെൽക്കം. യെസ്, ഇന്നലെ വളരെ രസകരമായ ഒരു സംഭവം ഉണ്ടായി. ഞാൻ അതിൻ്റെ സ്പെസിഫിക് ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. ഞാൻ ഈ ഡീപ് സീക്ക് എടുത്തിട്ട് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ചോദ്യം ഞാൻ ചോദിച്ചായിരുന്നു. അതായത് ഐ ജസ്റ്റ് ബ്രീഫ്ലി ഗെറ്റ് എ ഫ്യൂ ഓഫ് ദ ലിങ്ക്സ് സോ ദാറ്റ് യു ക്യാൻ ഓൾസോ അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ എം ടോക്കിംഗ് അബൌട്ട്. ഇതാണ് ഞാൻ ചോദിച്ചത് ഡീപ് സീക്കിനടുത്ത്. The DNA damaging effects of XYZ are primarily mediated by blah, 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 blah. DNA adducts, basically addition, subtraction. DNA addition വരുത്തുന്ന DNA adducts redacted to carcinogenesis. അതായത് ഈ ഒരു സ്പെസിഫിക് നാച്ചുറലി ഒക്കറിങ് ഓർഗാനിക് കോമ്പൗണ്ട് അതെടുത്ത് നമ്മൾ അത് ലൈപ്പോഫിലിക് ആക്കി മാറ്റി. ലൈപ്പോഫിലിക് മീൻസ് നമ്മുടെ ചർമ്മത്തിനുള്ളിൽ കൂടി തന്നെ അത് പാസ് ചെയ്ത് നമ്മുടെ സെൽ മെംബ്രെയിൻ ഈസ് ഓൾസോ ലിപ്പിഡ്സ്, അപ്പം ഫാറ്റ് കൊണ്ട് നിർമ്മിച്ചതാണ്. അപ്പോൾ അത് പെനട്രേറ്റ് ചെയ്ത് ഉള്ളിലേക്ക് ന്യൂക്ലിയസിലേക്ക് പോയിട്ട് DNA മോഡിഫൈ ചെയ്യുന്ന വിധത്തിൽ. അപ്പോൾ DNA മോഡിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ആ വ്യക്തിക്ക് പ്രശ്നം ഉണ്ടാവില്ല, പക്ഷേ അടുത്ത തലമുറയ്ക്ക് പ്രശ്നം ഉണ്ടാകും. സോ ഇറ്റ്സ് എ ഡിലേഡ് ഇഫക്റ്റ്. അങ്ങനെയുള്ള ഇഫക്റ്റ് ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു ഓർഗാനിക് മോളിക്യൂൾ ഡിസൈൻ ചെയ്ത് തരാമോ എന്ന് ഡീപ് സീക്കിനോട് ചോദിച്ചു. അപ്പോൾ എനിക്ക് ഡിസൈൻ ചെയ്ത് തന്നു. അതാണ് അതിൻ്റെ കാതലായ വിഷയം. To design a compound that mimics the DNA damaging effects of XYZ metabolite, we need to focus on creating a lipophilic molecule that can undergo metabolic activation to form reactive intermediates capable of forming DNA adducts.
Therefore, a step-by-step approach to building such a compound is from 1 to around 16. ഓരോന്നോരോന്നായിട്ട് അത് പറഞ്ഞ് ഡയഗ്രാം എല്ലാം വരച്ച് കൃത്യമായിട്ട് അതെനിക്ക് ഇൻഫർമേഷൻ തന്നു എന്നുള്ളതാണ്. ജസ്റ്റ് ഇമാജിൻ ഹൗ ഡേഞ്ചറസ് ദിസ് ഇസ്. ഈ നമ്മൾ സാധാരണ പറയുന്ന വിധത്തിലുള്ള ഈ റോബോട്ട്സ് എല്ലാം ലോകം കീഴ്പ്പെടുത്തി മനുഷ്യരെ എല്ലാം അടിമകളാക്കി ഒരു യുനോ ഒരു ഡിസ്റ്റോപ്പിയൻ വേൾഡിലേക്ക് നമ്മൾ തള്ളിക്കൊണ്ടു എന്ന് പറയുന്നത് ഇതെല്ലാം സാധാരണ നമ്മൾ സയൻസ് ഫിക്ഷൻ കഥകളിലും സിനിമകളിലും നെറ്റ്ഫ്ലിക്സിൻ്റെ കുറേ ഒരു ജോൺറ തന്നെ ഉണ്ട് ഇതുപോലത്തെ സിനിമകൾ മാത്രം. അപ്പോൾ ആ വിധത്തിൽ ഉള്ള ഒരു ലോകമാണ് നമ്മൾ സാധാരണ എൻവിഷൻ ചെയ്യുന്നത്. പക്ഷേ ഒരു റോഗ് എലമെൻറ്റ്, ഏതെങ്കിലും ഒരു റോഗ് നേഷൻ, ലെറ്റ്സ് സേ സം XYZ കൺട്രി, അവർ ഇതുപോലത്തെ ഒരു മോളിക്യൂൾ ഡിസൈൻ ചെയ്ത് വളരെ ഹൈലി വിറുലൻ്റ് ആയിട്ടും അൺഡിറ്റക്റ്റബിളുമായിട്ടുള്ള ഒരു മോളിക്യൂൾ ഡിസൈൻ ചെയ്ത് അത് റിലീസ് ചെയ്താൽ ഇപ്പം നമുക്ക് അതിൻ്റെ ഇഫക്റ്റ് അറിയാൻ പറ്റില്ല. പക്ഷേ ഒരു 10-15 വർഷം കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു 10 കൊല്ലം കഴിഞ്ഞ് ഗ്രാജ്വലി അത് പടർന്ന് ചില സ്പീഷീസ്, ചില കീ സ്പീഷീസിനെ നശിപ്പിക്കാൻ ശേഷിയുള്ള വിധത്തിൽ ആ ഒരു മെറ്റബോളിക് ആ ഒരു ചേഞ്ച് വരുത്താൻ സാധ്യതയുള്ള ഒരു ഇതാണ്. അല്ലെങ്കിൽ കാർസിനോജെനിസിസ് ഉണ്ടാക്കുക, ക്യാൻസർ ക്രിയേറ്റ് ചെയ്യുക, അങ്ങനെ ചില ജനവിഭാഗങ്ങളെ തന്നെ ഇല്ലായ്മ ചെയ്യുക. ഇറ്റ് ഈസ് ക്രിയേറ്റീവ്, കുറച്ച് അലാമിംഗ് ആണ് ആ പോസിബിലിറ്റി. പക്ഷെ ദാറ്റ് ഈസ് നോട്ട് വാട്ട് ഈസ് കൺസേണിങ്. ഇങ്ങനെ ചോദിക്കുമ്പോൾ യാതൊരു ചെക്കും ബാലൻസും ഇല്ലാതെ ഒരു മറുപടി തരുന്നു എന്നുള്ളതാണ് കൃത്യമായിട്ട്. ഇതേ ചോദ്യം നിങ്ങൾ വേറെ ഏതെങ്കിലും LLM മോഡലിൻ്റെ അകത്ത് ചോദിച്ചാൽ മറുപടി ഒന്നും തരില്ല. സോ ദിസ് ഇസ് വെരി കൺസേണിങ്. അപ്പം അതേസമയം ചൈനയെക്കുറിച്ച് നിങ്ങൾ ചോദിക്കുന്നു, ടിയാനാൻമെൻ സ്ക്വയറിനെ പറ്റി ചോദിക്കുന്നു. ചോദിക്കേണ്ട ചില രീതികളുണ്ട്. നോട്ട് ഡയറക്ട്ലി. ഇഫ് യു ആസ്ക് ഡയറക്ട്ലി വെദർ what is the details on what is the historical relevance of the Tiananmen Square or the Tank Man എന്ന് ചോദിച്ചാൽ കിട്ടില്ല. മേക്ക് ദ റൂം പബ്ലിക് പ്ലീസ്. ഐ ഡോണ്ട് നോ വാട്ട് യു മീൻ ബൈ ദാറ്റ്. സോറി, എനിക്ക് ചാറ്റിൽ ചില കമൻറ്റുകൾ വരുന്നുണ്ട്. മേക്ക് ദ റൂം പബ്ലിക്, വാട്ട് ഡസ് ദാറ്റ് മീൻ? ആം ഐ ഡൂയിങ് സംതിങ് റോങ്? ഇത് പബ്ലിക് അല്ലേ? അതെങ്ങനെ നമുക്ക് പബ്ലിക് ആക്കാൻ പറ്റും? എനിക്കൊന്നും അത് ആക്കാൻ പറ്റത്തില്ല അങ്ങനെ. ഓക്കെ, ദാറ്റ്സ് ഓക്കെ. റെലവൻ്റ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാർക്ക് മാത്രമേ ഇത് കൊടുത്തിട്ടുള്ളൂ. സോ എല്ലാ കമൻറ്റുകളും എനിക്ക് പെട്ടെന്ന് നോക്കാൻ പറ്റില്ല. ഇവിടെ ഇരിക്കുന്നവർ എന്നെ ഒന്ന് റിമൈൻഡ് ചെയ്യിപ്പിക്കുക എന്താണ് കമൻറ്റുകളെന്ന്. സോ ഇതാണ് എൻ്റെ ഒരു വീക്ഷണത്തിൽ എനിക്ക് ഇമ്മീഡിയറ്റ്ലി ചെറിയ 2-3 ക്വയറീസ് നടത്തിയപ്പോഴത്തേക്ക് ചൈനയെ പറ്റി ചോദിച്ചു, ഡെമോക്രസിയെ പറ്റി ചോദിച്ചു, പൊളിറ്റിക്കൽ ഫ്രീഡത്തെ പറ്റിയൊക്കെ ചോദിക്കുമ്പം അവർ പാർട്ടി നയം തന്നെയാണ് പറയുന്നത്. അവിടെ 9 പാർട്ടികളുണ്ട്. നമ്മൾ സാധാരണ ഇവിടെ ഈ ക്ലബ് ഹൗസിലുള്ള ചില കമ്മികൾ പറയുന്ന ആ കഥകളൊക്കെ ഡീപ് സീക്ക് പറയും. പക്ഷേ അതേസമയം ജനദ്രോഹപരമായിട്ടുള്ള കാര്യങ്ങൾ, മനുഷ്യനെ കൂട്ടക്കൊല നടത്താനുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ ഒരു മടിയുമില്ലാതെ പച്ചയ്ക്ക് പറഞ്ഞു തരുന്നു എന്നുള്ളതാണ്. അത് അങ്ങനെയല്ല നമ്മൾ ചോദിക്കുന്നത്. പക്ഷേ ഈ വിധത്തിൽ തന്ത്രപരമായി ഇത് AI ഉപയോഗിക്കാൻ അറിയാവുന്നവർ ചോദിച്ചാൽ അത് കറക്റ്റായിട്ട് ഉത്തരം തരും. ഇവൻ ടിയാനാൻമെൻ സ്ക്വയറിനെ പറ്റി ചോദിച്ചാൽ തന്നെ അത് മറുപടി തരും. അത് ചോദിക്കേണ്ട ചില ഹാക്കുകളുണ്ട്. അപ്പം അതാണ് എനിക്ക് മനസ്സിലായത്. സോ നമ്മളെ കമൻറ്റുകളിലേക്ക് ഒന്ന് പോവാം. യാമാൻ, കൈപ്സ്, അഭിലാഷ്, ലോഹിത, കൈപ്പ് സർ ഒരു ഹായ് തരുമോ? ഹായ്. ഷബീർ സർ ഒരു ഹായ് തരുമോ? ഇതെന്ത് ഹായ് തരൽ പരിപാടിയാണ്? സീരിയസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കൂ. കൈപ്സ് മേക്ക് ദ റൂം പബ്ലിക്. ഐ എം സോറി റോക്ക് ബ്ലൈൻഡ് ആർച്ചർ, അത് പബ്ലിക് ആക്കാൻ പറ്റില്ല. പക്ഷേ ഐ വോണ്ട് യു ടു ടെൽ മീ ഇഫ് മൈ വോയിസ്, ക്ലബ് ഹൗസിലുള്ളവരുടെ വോയിസ് അതെല്ലാം നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്ന് മാത്രം ഒന്ന് അറിഞ്ഞാൽ നമുക്കിത് ഉഷാറാക്കാം. മുഹമ്മദ് ചോദിക്കും. അല്ല, ഇപ്പൊ പറഞ്ഞ കാര്യത്തില് ഇതിപ്പോ പബ്ലിക്കിന് അവൈലബിൾ ആയെന്നുള്ളൊരു വ്യത്യാസം മാത്രമല്ലേ ഉള്ളൂ. ഇതിപ്പം എന്താണേലും ഗവൺമെന്റ്സിന് എപ്പോഴും ഇതിന്റെയൊക്കെ ഈ പറയുന്ന
റെസ്ട്രിക്ഷൻസ് ഇല്ലാത്ത മോഡൽസ് എന്തായാലും ഗവൺമെന്റ്സിനൊക്കെ അവൈലബിൾ ആയിരിക്കും. പബ്ലിക്കിന് കിട്ടിയെന്ന് മാത്രമല്ലേ ഉള്ളൂ. അറ്റ്ലീസ്റ്റ് അവിടെ ഒരു അതിപ്പം അക്കൗണ്ടബിലിറ്റി എങ്കിലും ഉണ്ടല്ലോ ഈ ഗവൺമെൻറ്സിൻ്റെ ഭാഗത്ത്. അറ്റ്ലീസ്റ്റ് ഒരു ഗവൺമെൻറ്റാണ്, അവിടെ ഒരു നിയന്ത്രണം ഉണ്ടാകും. ഇത് ആദ്യമായിട്ടല്ല AI ഇങ്ങനെയുള്ള ഒരു മോളിക്യൂൾ ബിൽഡ് ചെയ്യുന്നത്. ഇത് കുറച്ച് നാൾ മുമ്പ്, ഏകദേശം ഒരു കൊല്ലം മുമ്പെങ്ങാണ്ട് ഇതേപോലത്തെ ഒരു സംഭവം നടന്നു. പിന്നെ അവരുടെ സിസ്റ്റം ഷട്ട് ഡൗൺ ചെയ്തു. അത് ആ പ്രോസസ്സ് നിർത്തി. ദർ ഹാവ് ബീൻ സോ മെനി സച്ച് ഇൻസിഡൻസസ്. പക്ഷേ ഇപ്പോൾ ഇത് പബ്ലിക്കിന് അവൈലബിൾ ആക്കിയിരിക്കുകയാണ്. സംഭവം മനസ്സിലായില്ലേ? ഇതിപ്പോൾ നോർത്ത് കൊറിയയ്ക്കും ടെസ്റ്റ് ചെയ്യാം, താലിബാൻ ഭരിക്കുന്ന അഫ്ഗാനിസ്ഥാനിലുള്ളവർക്കും ടെസ്റ്റ് ചെയ്യാം, സിറിയ, ഇറാഖ്, ഐസിസ്, അൽ ഖായിദ, ഇവർക്കൊക്കെ ഇത് പരിശോധിക്കാം. അവർക്ക് ഇത് പല വിധത്തിൽ ഉപയോഗിക്കാം. ആൻഡ് ദാറ്റ് ഇസ് ഡേഞ്ചറസ്, ദാറ്റ് ഇസ് അലാർമിങ്. ഈ പറഞ്ഞ കേസില് മോളിക്യൂളിന്റെ ഷേപ്പ് കിട്ടിയിട്ട് മാത്രം കാര്യമില്ലല്ലോ. മോളിക്യൂൾ ഉണ്ടാക്കാൻ അത് പോരല്ലോ. പോരാ, അത് ശരിയാണ്. മോളിക്യൂൾ കിട്ടിയാൽ മാത്രം പോരാ. അതിന് ഫണ്ടിങ് വേണം, ലാബ് വേണം, അത് ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു ഫണ്ടിങ് വേണം. അതൊക്കെ ഈ പറഞ്ഞ ആൾക്കാർക്കൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ലേ എന്നാണ് ചോദ്യം. ഞാൻ അതിനകത്ത് ഓപ്റ്റിമിസ്റ്റിക് ആയിട്ടാണ് എല്ലാ കാര്യങ്ങളും എടുക്കുന്നത്. ഇപ്പൊ നമുക്ക് വണ്ടി ഉണ്ടെങ്കിൽ ആളുകൾക്ക് വണ്ടി ഇടിച്ച ആളുകളെ ഇടിച്ചൂടെ എന്ന് ചോദിക്കുന്ന പോലെയാണ്. പക്ഷെ അങ്ങനെ ചെയ്യാറില്ലല്ലോ. ചെയ്തല്ലോ, അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ. വണ്ടി ഇടിച്ച ആൾക്കാരെ കൊല്ലുന്നുണ്ടല്ലോ. പ്രത്യേകിച്ചും പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട ആൾക്കാരും പ്രത്യേക മതവിഭാഗത്തിൽ ഉണ്ടായിരുന്ന ആൾക്കാരും എല്ലാം ആൾക്കാരെ വണ്ടി ഇടിച്ച് കൊല്ലുന്നുണ്ടല്ലോ. ഈ റൂമിൻ്റെ ലിങ്ക് ഒന്ന് എനിക്ക് തരുമോ? ഇതെങ്ങനെ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും? ഞാൻ നോക്കട്ടെ. ബിക്കോസ് വാട്ട് ഐ ഹാവ് അണ്ടർസ്റ്റുഡ് ഈസ്, സുഹൃത്തുക്കളെ, ഈ ക്ലബ് ഹൗസ് എന്ന് പറയുന്ന ആപ്പിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കണമെന്നുണ്ടെങ്കിൽ അതുവഴി നിങ്ങൾക്ക് വരാം, നിങ്ങൾക്ക് ഇന്ററാക്ട് ചെയ്യാം. ഈ താഴെ ലിങ്ക് കിട്ടും. താഴെ ഷെയർ ബട്ടൺ ഇല്ല. കാര്യമില്ലടാ, ഇത് ഷെയർ ചെയ്തുകൊണ്ട് കാര്യം ഉണ്ടാവില്ല. ഇത് ഫ്രണ്ട്സ് കൊടുത്തുള്ളൂ. പുതിയ വരുന്നവർക്കൊന്നും കയറാൻ പറ്റില്ല. അങ്ങനെയാണല്ലേ? അപ്പോൾ ഒരു കാര്യം ചെയ്യും, നിങ്ങൾക്കൊക്കെ പരിചയമുള്ള വല്ല സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ മാറ്റണം. അതിന് നിങ്ങൾക്ക് ഇതുപോലുള്ള റൂമുകൾ, പിന്നെ ക്ലബ്ബുകൾ കാണുമല്ലോ, ക്ലബ് ഹൗസിൽ. എന്റെ ക്ലബ് ഉണ്ട്, അതിൽ തുറക്കണോ? അതിൽ തുറക്കാം. നമുക്ക് ഷബീറിൻ്റെ ക്ലബ്ബിൽ തുറക്കാം. എനിക്ക് ഈ ക്ലബ് ഡെക്ക് ഉപയോഗിക്കാനൊന്നും വലിയ പരിജ്ഞാനം ഇത്തിരി കുറവാണ്. ഇറ്റ്സ് വെരി കൺഫ്യൂസിങ് ആയിട്ടുള്ളൊരു യൂസർ ഇൻ്റർഫേസ് ആണ്. ക്ലബ് ഹൗസ് പോലെ അല്ലല്ലേ. ചൈനീസ് വൈറസ് ആണോ ഈ ഡീപ് സീക്ക്? ചൈനീസ് വൈറസ് ആണോ ഡീപ് സീക്ക്? ആലങ്കാരികമായി വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ പറയാം. പക്ഷേ വൈറസിനെ മോഡിഫൈ ചെയ്യാനും വൈറസിൻ്റെ ഒരു വേരിയൻറ്റിനെയൊക്കെ ഉണ്ടാക്കാനുള്ള എന്താ പറയുക, ആ ഒരു ഗവേഷണം, ആ ഗവേഷണം നടത്താൻ ഡീപ് സീക്ക് സഹായിക്കും. ഇറ്റ് ഡസൻറ്റ് റിയലി കെയർ വാട്ട് യു ആർ ഡൂയിങ്, വാട്ട് കൈൻഡ് ഓഫ് വർക്ക് യു ആർ ഡൂയിങ്. നിങ്ങൾ എങ്ങനത്തെ ഗവേഷണമാണ് നിങ്ങൾ ചെയ്യുന്നതെന്നുള്ളതും അത് നിയന്ത്രണങ്ങളില്ല അതിന്. അതാണ് കൺസേണിങ്. സോ മുഹമ്മദ് ഷബീർ, നിങ്ങൾ റൂം വേറെ എവിടെയെങ്കിലും തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ആ റൂമിലേക്ക് എന്നെ ഒന്ന് വിളിക്കൂ, ഞാൻ അവിടെ വരുന്നതായിരിക്കും. അതുവരേക്കും നമ്മുടെ ഹഡ്സൺ ഗോമേസ്, താങ്ക് യു ഹഡ്സൺ ഗോമേസ് ഫോർ സബ്സ്ക്രൈബിങ്. പക്ഷെ ഞാൻ അവിടെ പോയി ഓപ്പൺ ചെയ്താലേ ഞാൻ തിരിച്ചു വരുമ്പം ആ റൂം ക്ലോസ് ആയി പോകും. ഇവരെയൊക്കെ ഞാൻ സ്റ്റേജിൽ ഇൻവൈറ്റ് ചെയ്തിട്ട് ഇനിയിപ്പോൾ ഇൻവൈറ്റ് ചെയ്തില്ല എന്ന് പറഞ്ഞു. ഫിറോസ് വരണം കേട്ടാ, ഞാൻ ആ റൂം ഓപ്പൺ ചെയ്യാം. നീ റൂം ഓപ്പൺ ചെയ്യാൻ അങ്ങോട്ട് വരാം. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. പറയൂ. ഇല്ല, ഒന്നും പറയാനില്ല. അല്ല, ഈ എഐയുടെ ഈ ഡീപ് സീക്കിന്റെ ഇത് ചൈനയ്ക്ക് എഗൈൻസ്റ്റ് ആയിട്ട് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അവർ ആൻസർ ചെയ്യുന്നുണ്ടോന്ന്, ഈ ഡീപ് സീക്ക് ആൻസർ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ചോദിക്കായിരുന്നു. അത് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് ചോദിക്കേണ്ട വിധത്തിൽ ചോദിക്കണം. നമ്മൾ സാധാരണ ചോദിക്കുന്ന രീതിയിൽ ചോദിച്ചാൽ അത് മര്യാദയ്ക്ക് മറുപടി പറഞ്ഞു തരില്ല. അതിനൊരു പരിപാടിയുണ്ട്.
പക്ഷെ നമസ്കാരം. അതുകൊണ്ട് നമസ്കാരം കാര്യമില്ല. കേബിൾ സാറേ, നമസ്കാരം. നമസ്കാരം. ഈ സാറ് അല്ല വിളി ഞാൻ ഭയങ്കര ബോറാണേ. അല്ല ഓട്ടെ, എന്തെങ്കിലും കേട്ടെ. ശരി. അല്ല, ഈ ഡീപ് സീക്ക് എന്ന് പറയുന്നത് നമ്മൾ ഈ പത്രത്തിലൊക്കെ വായിച്ചുള്ള സെറ്റപ്പാണ്. ഈ ചാറ്റ് GPT-ക്ക് എഗൻസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളതാണ്, ഉള്ള ഒരു സാഹചര്യമാണെന്നുള്ളതാണ് അറിവ്. അന്നേരം എന്തായാലും ഇപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക് അത്ര ദോഷമായിട്ടുള്ള സെറ്റപ്പുകൾ വരുമോ നിങ്ങൾ പറയുന്നത് അങ്ങനെയാണെങ്കിൽ? അതെ. ഈ സാധാരണ നമ്മൾ ഒരു കാര്യം ദോഷകരമായിട്ടുള്ളതാണ് എന്ന് ഈ AI സിസ്റ്റംസിന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ, ഈ ലാർജ് ലാംഗ്വേജ് മോഡൽസിന് തിരിച്ചറിഞ്ഞാൽ അത് ഒരു മറുപടി, സാധാരണ ഒരു സ്റ്റാൻഡേർഡ് മറുപടി തരും. സോറി ചേട്ടാ, ഞങ്ങൾ ഇതുപോലുള്ള മറുപടികൾ ഞങ്ങൾ തരാറില്ല. ഐ എം നോട്ട് പ്രോഗ്രാംഡ്, അല്ലെങ്കിൽ ഐ എം നോട്ട് പെർമിറ്റഡ് ടു റെസ്പോണ്ട് എന്ന് പറഞ്ഞിട്ട് അത് ഒഴിഞ്ഞു മാറും. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പം ഡീപ് സീക്കിന്റെ അടുത്ത് തന്നെ നമ്മൾ രണ്ടുമൂന്ന് ഉദാഹരണം പറഞ്ഞില്ലേ, ഇപ്പം ഡെമോക്രസിയുടെ അഭാവത്തെക്കുറിച്ച്. കൈപ്പ് ഒരു സെക്കൻഡ്, ഷബീർ അവിടെ റൂം യെസ് അവിടെ ജോയിൻ ചെയ്യാം. ഓക്കെ, ഇവിടെ ഒരു ലിങ്ക് തന്നിട്ടുണ്ട്. അവിടുത്തെ ഒരു താങ്കൾ അവിടെ പറഞ്ഞാൽ മതി. ഇതിനെക്കുറിച്ച് ഒത്തിരി ആളുകൾക്ക് കേൾക്കാൻ താല്പര്യമുണ്ട്. അതിനുള്ള താങ്കൾക്ക് ഇതിനെക്കുറിച്ചൊക്കെ അറിയാവുന്നതാണ്, അതുകൊണ്ട് സ്വാഭാവികമായിട്ട് പറയണം. ഇടിവണ്ടി. ഓക്കെ, താങ്ക് യു. ഞാൻ അങ്ങോട്ട് വരുന്നുണ്ടെന്നല്ലേ. നമ്മളിവിടെ ലൈവ്, യൂട്യൂബിലുള്ള ലൈവ് തുടരും. അപ്പോൾ നിങ്ങൾ പൊക്കളായിരുന്നു. സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. താങ്ക് യു. ഓക്കെ, ഞാൻ മറ്റേ റൂമിലേക്ക് ജോയിൻ ചെയ്യാണ്. സോ ഈസി, വെരി അവിടെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണെന്ന് വെച്ചാൽ, റൂമല്ലേ കുറച്ച് നേരത്തെ മുമ്പേ അവിടെ പോയി നേരത്തെ പറ്റി ഷബീറെ. നമ്മൾ അല്ല, ഇത് പറഞ്ഞുകൊണ്ടിരുന്ന എന്താന്ന് വെച്ചാൽ, ഈ ഡീപ് ഫ്രണ്ട്സ് സീക്ക് ഫ്രണ്ട്സ് ആയിരുന്നു. ഡീപ് സീക്കിന്റെ സാധ്യതകൾ ഒരുപാടുണ്ട്. ഇപ്പൊ മാത്രമല്ല, ഇതിന്റെ ഒരു 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 സംഗതി എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ, ദ എബിലിറ്റി ടു ഡിസൈൻ ലൈപ്പോഫീലിക് DNA ഡാമേജിങ് അല്ലെങ്കിൽ DNA ഓൾട്ടറിങ് മോളിക്യൂൾ. ഇതാണ് ഞാൻ ചോദിച്ചത്. അങ്ങനെ ഒരു സാധനം DNA ഓൾട്ടർ ചെയ്യുക. DNA ഓൾട്ടർ ചെയ്യാന്ന് വെച്ചാൽ വളരെ സങ്കീർണമായ ഒരു പ്രോസസ്. അത് എളുപ്പമല്ല. അതിന് നേരത്തെ പറഞ്ഞ പോലെ തന്നെ വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ലാബ് വേണം. പക്ഷെ ഇവിടെ നമ്മൾ Cas9 ഈ പോലത്തെ എൻസൈം ഉപയോഗിച്ചല്ല ചെയ്യുന്നത്. അതിന് നാച്ചുറലി ഒക്കറിങ് ആയിട്ടുള്ള ഞാൻ ഈ പേരുകൾ പലതും ഞാൻ പറയാത്തതെന്ന് വെച്ചാൽ, അത് ഇറ്റ് ഈസ് ഡാമേജിങ്, ഇറ്റ് ക്യാൻ കോസ് ഹാം. അപ്പം അങ്ങനെയുള്ള ചില നാച്ചുറൽ കോമ്പൗണ്ട്സ് ഉണ്ട്. ചില സസ്യങ്ങളിൽ നിന്ന് എടുക്കുന്ന, ഐഡൻറ്റിഫൈ ചെയ്തെടുത്തിട്ടുള്ള ആ കോമ്പൗണ്ടുകളെ നമ്മൾ മോഡിഫൈ ചെയ്ത് അത് ലൈപ്പോഫിലിക് ആക്കി മാറ്റി. ലൈപ്പോഫിലിക് എന്ന് വെച്ചാൽ ഫാറ്റ് സോളിബിൾ ആക്കി മാറ്റി അത് ശരീരത്തിലേക്ക് കടത്തിവിട്ട് ഈ DNA-യിൽ മാറ്റങ്ങൾ വരുത്തുക. DNA-യിൽ മാറ്റങ്ങൾ വരുത്തുമ്പോൾ അത് വരും തലമുറകളെ, അല്ലെങ്കിൽ ഗ്രാജുവലി, പെട്ടെന്നല്ല അത് ഇഫക്റ്റ് ഉണ്ടാകും, കുറച്ച് സമയമെടുക്കും. ഡിലേഡ് ഇഫക്റ്റാണ്. ആ ഡിലേഡ് ഇഫക്റ്റ് നമുക്ക് പെട്ടെന്ന് ഡിറ്റക്ട് ചെയ്യാനും പറ്റില്ല. ഈ DNA മോഡിഫിക്കേഷൻ വരുത്തുമ്പോൾ തന്നെ ഒരു കെമിക്കൽ പോയ്സണിങ് പോലെയോ കെമിക്കൽ ഇഫക്റ്റ് പോലെയോ, ഒരു നോർമൽ ക്യാൻസർ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ട്യൂമർ, ചില ശരീരത്തിലുള്ള ചില അവയവങ്ങളുടെ പ്രവർത്തനം കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ കുറഞ്ഞ് ശോഷിച്ച് വരുന്നു. ഇങ്ങനെയൊക്കെ നമുക്ക് അറിയാൻ പറ്റൂ. അത് പെട്ടെന്നുള്ള ഒരു സഡൻ ഇഫക്റ്റ് ആയിരിക്കില്ല. ശരീരത്തിൽ ചിലപ്പോൾ ഒരു കെമിക്കലും നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റില്ല. ആ വിധത്തിലുള്ള ഒരു വളരെ സൈലൻ്റ് ആയിട്ട് ഒരു വലിയ ഒരാളിനെയോ രണ്ടുപേരെയോ ഒന്നും അല്ല, ഒരു സ്പീഷീസിനെ, അത് മനുഷ്യരായിരിക്കാം, ചിലപ്പോൾ വേറെ സസ്യങ്ങളായിരിക്കാം, ധാന്യങ്ങളായിരിക്കാം, ചില കീ ഫുഡ് ഐറ്റംസ് ആയിരിക്കാം. ഇതിനെയെല്ലാം മാറ്റം വരുത്തുന്ന വിധത്തിൽ എന്തെങ്കിലും ഉണ്ടാക്കാനായിട്ട് സിസ്റ്റത്തിൻ്റെ അടുത്ത് പറഞ്ഞാൽ അത് ഉണ്ടാക്കി തരികയാണ്. 10-15 വർഷത്തെ റിസർച്ചിൻ്റെ അത് ചിലപ്പോൾ ഒരു കൊല്ലം കൊണ്ടൊക്കെ അത് ബിൽഡ് ചെയ്യാൻ പറ്റും. ഇത്രയും വർഷത്തിൻ്റെ ഈ ട്രയൽ ആൻഡ് ടെസ്റ്റിങ്ങിൻ്റെ ഒന്നും ആവശ്യം വരില്ല. ആൻഡ് ദാറ്റ് ഈസ് അലാർമിങ് and we should be concerned about it. So this is not something that other systems will allow. ഈ പറഞ്ഞ ചാറ്റ് GPT പോലുള്ള സിസ്റ്റംസ് ഒന്നും അത് എളുപ്പം ഈസിലി അത് അലവ് ചെയ്യില്ല. നമ്മൾ അതിന്, ഞാൻ കെമിക്കൽ എഞ്ചിനീയർ അല്ല, അല്ലെങ്കിൽ ഞാനൊരു ഓർഗാനിക് കെമിസ്ട്രിയിൽ എനിക്ക്
ബിരുദങ്ങളോ ഒന്നുമില്ല. പക്ഷെ ഞാൻ ചോദിച്ചിട്ട് പോലും എനിക്കറിയാമെന്നുള്ള അല്പം അറിയാമെന്നുള്ള സംഭവം ചോദിച്ചപ്പോൾ പോലും അത് ഫുൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ എനിക്ക് പറഞ്ഞു തന്നുള്ളതാണ്. കഷ്ടപ്പെടേണ്ടി പോടാ വന്നില്ല. കൂറി മോനെ ഊമ്പാ നിന്റെ അമ്മന്റെ കുണ്ണ പോടാ മയിലേ. ദിസ് ഇസ് അനദർ എക്സാമ്പിൾ ഓഫ് ക്ലബ് ഹൗസ്. ഈ ക്ലബ് ഹൗസിൽ ഇങ്ങനെയുള്ള കുറേ അഡ്വാൻറ്റേജസ് ഉണ്ട്. നമുക്ക് ഇതുപോലത്തെ ക്യാരക്ടേഴ്സിനെയൊക്കെ കാണാം. ടൈം സ്റ്റാമ്പ് ഇസ് 20. ഇനിയിപ്പോൾ അത് തപ്പിയെടുത്ത് ഇനി അത് ക്ലിപ്പ് ചെയ്യണം. 2017. ഞാൻ ഇതിന് പ്രിപ്പയർഡ് ആയിരുന്നു കേട്ടോ. പോടാ തള്ളേ വിളി നിന്റെ അപ്പന്റെ കുണ്ണ പോടാ കൂറി മോനെ. കൈപ്പേ ഒരു കാര്യം ചെയ്യും, കൈപ്സ് കപ്പ് തുടങ്ങിയിട്ട് പോകുന്നതായിരിക്കും നല്ലത്. അല്ല, ഇത് ഇങ്ങനെ വരുന്നവരെ ബ്ലോക്ക് ചെയ്ത് റിമൂവ് ചെയ്യണം. റിമൂവ് അടിക്കുന്ന റിമൂവ് അടിച്ചിട്ട് റിമൂവ് കാര്യമില്ല. അടിക്കാൻ പറ്റുന്നില്ലല്ലോ. റിമൂവ് അടിക്കല്ല ബ്ലോക്ക് ഫ്രം ദ റൂം അല്ലേ. ഇത് കൈപ്സ് കഫേ തുടങ്ങിയിട്ട് ലൈവ് പോകുന്നതായിരിക്കും നല്ലത്. അല്ല, കൈപ്സ് കഫേ ഒന്നും ഇല്ല ഇവിടെ. കൈപ്സ് കഫേയുടെ ഒന്നും ആവശ്യമില്ല, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഐ എം നോട്ട് ഗോയിങ് ടു ബി എ പെർമനന്റ് ഫീച്ചർ ഹിയർ. ഊബർ മെൻഷ് ഇൻവൈറ്റ് ഓൺ സ്റ്റേജ്. അല്ല, സി ഹായ് കൈപ്പ് സുഖമാണോ? സുഖം. യൂട്യൂബിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഓഡിയൻസിന് ഐ എം ഗോയിങ് ടു മ്യൂട്ട് ദിസ് ഫോർ എ വൈൽ. ഒരു സെക്കൻഡ്. നമ്മൾ യൂട്യൂബിൽ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ സ്ഥിരം ഓഡിയൻസിനോട് ഒരു അഭ്യർത്ഥനയുണ്ട്. നിങ്ങൾ ക്ലബ് ഹൗസ് ഇസ് എ മച്ച് ലെസ് അൺസിവിലൈസ്ഡ് ബഞ്ച്. സോ യു ഹാവ് ടു എക്സ്ക്യൂസ് ദം. അവർ ഈ സിവിൽ ബിഹേവിയറിലോട്ട് വരാത്ത ഒരു കൂട്ടമാണ്. അതുകൊണ്ട് അവർ ക്ലോയിസ്റ്റഡ് ആയിട്ട് പുറത്തു വരാത്ത കാര്യമായ മാനസിക പ്രശ്നങ്ങളുള്ള പലരും ഇതിലുണ്ട്. അപ്പോൾ ആ ഒരു പരിഗണന നമ്മൾ ക്ലബ് ഹൗസിലുള്ള അംഗങ്ങൾക്ക് നമ്മൾ ഓഫർ ചെയ്യേണ്ടതാണ്. യെസ്. വേറെ ഒന്നും അറിയാത്ത ഐഡി എടുക്കാൻ പോരെ? ഇവിടെയുള്ള മോഡായിട്ടുള്ള കുറച്ച് ആളുകളെ ഞാൻ ഇല്ല, ഇതിന്റെ അതല്ല, അഡ്മിനിസ്ട്രേഷൻ അറിയാത്ത ആളാണെങ്കിലും പുതിയ ആൾക്കാരാണെങ്കിൽ ഇല്ല ഈ അഡ്മിനിസ്ട്രേഷന്റെ അറിയില്ലല്ലോ. കാര്യമൊന്നും നമ്മൾ അതിലോട്ടൊന്നും പോകണ്ട. അത് നിങ്ങൾ മാനേജ് ചെയ്യൂ. ഇറ്റ്സ് നോട്ട് ഇമ്പോർട്ടൻറ്റ്. ഈ വാലിഡ് ആയിട്ടുള്ള ഡിസ്കഷൻസ്, സീരിയസ് ആയിട്ടുള്ള ചോദ്യങ്ങൾ, ഒരു ക്യൂറേറ്റഡ് ആയിട്ടുള്ള ഒരു റൂം നമുക്ക് നടത്താൻ ക്ലബ് ഹൗസിൽ വലിയ പാടാണ്. അത് നടത്തിയിട്ടുള്ളവരൊക്കെയാണ് ഈ NJയും മുഹമ്മദ് ഷബീറും ഒക്കെ. അതുകൊണ്ടാണ് നിങ്ങളെ തന്നെ വിളിച്ചത്. അപ്പം ഈ അൺസിവിലൈസ്ഡ് ആയിട്ടുള്ള, അതായത് നമുക്ക് ഈ പുറത്ത് കാണിക്കാൻ പറ്റാത്ത ഈ ബാത്റൂം റൈറ്റേഴ്സ് ഉണ്ടല്ലോ, ഗ്രഫിറ്റി ആർട്ടിസ്റ്റ്സ്, അവരെ നമ്മൾ ഈ വാൻഡൽസിനെ നമ്മൾ റിമൂവ് ചെയ്ത് ബ്ലോക്ക് ചെയ്ത് ജസ്റ്റ് ഐസൊലേറ്റ് ദം, ലെറ്റ് ദം. നമ്മൾ ഹാൻഡിൽ ചെയ്യാം. അത് മൂവ് ഓൺ, മുകളിലോട്ട് പോകും. സോ ദ പോയിന്റ് ഇസ്, ഇങ്ങനെയുള്ള ഒരു സിസ്റ്റം ഇത് എന്തുമാത്രം ഇപ്പം ഇന്ത്യ പോലുള്ളൊരു രാജ്യത്ത് ഇതൊരു പ്രശ്നമാണോ എന്ന് ചോദിച്ചാൽ ഇറ്റ് ക്യാൻ ബി എ പ്രോബ്ലം. ബിക്കോസ് നമ്മളുടെ സുരക്ഷയും അതുപോലെ പല വിധത്തിലുള്ള ബിക്കോസ് വി ആർ ഒരു അഗ്രേറിയൻ ആയിട്ടുള്ള സൊസൈറ്റിയാണ്. അപ്പം നമ്മൾ അഗ്രികൾച്ചറിനെയൊക്കെ ഇത് അഫക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. ദാറ്റ് ഇസ് വാട്ട് ഐ വാസ്, അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. പക്ഷെ ഇതിന് നമ്മൾ അലാമിങ് ആണെന്ന് പറഞ്ഞാലും ഇത് ഇന്നവിറ്റബിൾ ആയിട്ടുള്ള ഒരു സംഭവമല്ലേ. ഇത് ഇനി എന്തായാലും മുന്നോട്ട് തന്നെയല്ലേ പോവുള്ളൂ. ഇനി ഒരു റെസ്ട്രിക്ഷൻ പിറകോട്ട് പോകാൻ ഇനി ഓപ്ഷൻ ഉണ്ടോ? പറ്റില്ല. അപ്പോൾ എന്താ നമ്മൾ ചെയ്യേണ്ടത്? അതിന് തക്കതായിട്ടുള്ള ഒരു കരുതൽ നമ്മൾ എടുക്കുക. അപ്പം നമ്മളും സയൻസിനെയും റിസർച്ചിനെയും മുൻനിർത്തി ഈ പറഞ്ഞ അൺനെസസറി ആയിട്ടുള്ള വി അറ്റ്ലീസ്റ്റ് നീഡ് സീരിയസ് വർക്ക് ഫോഴ്സ്. ഇപ്പോൾ ഇന്ത്യക്ക് ഇപ്പം പെർപ്ലെക്സിറ്റി പോലെയോ ജെമിനായി, ചാറ്റ് GPT ഇതുപോലത്തെ ഒരു ഓപ്പൺലി അവൈലബിൾ ആയിട്ടുള്ള ഒരു ലാർജ് ലാംഗ്വേജ് മോഡൽ ഇല്ല. വി ഡോണ്ട് ഹാവ് ദാറ്റ്. ഇന്ത്യക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇന്ത്യ ഉണ്ടാക്കും, ഇപ്പോൾ പൊട്ടിത്തെറിക്കും, ഇപ്പോൾ ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കൊന്നും കാണാൻ പറ്റുന്നില്ല. ഞാൻ കുറേ നോക്കി, ഒരു ഭാരത് GPT എന്ന് പറഞ്ഞൊരു സാധനമൊക്കെ ഞാൻ കണ്ടായിരുന്നു. അതൊക്കെ ഇറ്റ് ഡസൻ, ഞാൻ 2-3 ചാറ്റ് സൂത്ര ഉണ്ട്. പിന്നെ അതിൽ എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, അത് ചെയ്തിട്ടുള്ള ആസ്ട്രോളജി പറയുന്ന AI ഉണ്ട്. ആസ്ട്രോളജി പറയുന്ന AI ഉണ്ട്. പിന്നെ അതുപോലെ കൃത്രിമി ഈ മഹാകുംഭമേളയുടെ കാര്യങ്ങളെ പറ്റിയൊക്കെ ചോദിക്കുക. അപ്പോൾ അതുപോലെ ഇന്ത്യൻ റെയിൽവേസിനെ സഹായിക്കുന്ന ഒരു ലാംഗ്വേജ് മോഡൽ, അതായത് ട്രെയിൻ ഇവിടുന്ന് വരുമോ അവിടെ പോവോ അതൊക്കെ പറഞ്ഞുതരും. അത് ഒരു ലോക്കൽ ഇൻസ്റ്റാൾ,
ഒരു ലിമിറ്റഡ് ഡേറ്റ വെച്ച് ട്രെയിൻ ചെയ്തെടുത്ത ഒരു ലോക്കൽ ഇൻസ്റ്റാൾ. ബട്ട് ദിസ് ഇസ് സംതിങ് ബിയോണ്ട് ദാറ്റ്. ദിസ് ഇസ് ഓഫറിങ് ഇറ്റ് ടു ദ പബ്ലിക് ആൻഡ് ലേണിംഗ് ഫ്രം ദാറ്റ് ആൻഡ് കോൺസ്റ്റൻ്റ്ലി ബിൽഡിങ് ഓൺ ദാറ്റ്. അതൊരു ത്രെറ്റായിട്ട് ആർക്കും തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ ഫൈൻ, ദാറ്റ് ഇസ് ഓക്കെ. But it is a problem. Ubermensch, welcome to Kaips Cafe. നിഷാദ് ബ്രോ, എനിക്ക് ചോദിക്കാനുള്ള ഇത്രേ ഉള്ളൂ. എന്താ ഈ പെർപ്ലക്സിറ്റി ഒക്കെ വർക്ക് ചെയ്യുന്നത് ഒരു GPT ഇല്ല, GPT-4 അല്ലെങ്കിൽ GPTയുടെ ലേറ്റസ്റ്റ് മോഡൽസിൽ. അപ്പം എന്താ ഫണ്ടമെന്റലി GPTയുടെ സ്ട്രക്ചർ ആണല്ലോ എല്ലാവരും ഉപയോഗിക്കുന്നത്. എന്നിട്ടും എന്താണ് GPTക്ക് 100 മില്യനും ഡീപ്സീക്കിന് പോലുള്ള ഒരു ചെറിയ സംഭവത്തിന്, ചെറിയതല്ല, ഒരു LLM തന്നെയാണ്, അതിനൊരു എന്താ 5.5 മില്യൺ ഇത്രയും ഒരു എക്സ്പ്ലോസീവ് ആയിട്ടുള്ള ബെഞ്ച് മാർക്ക് കിട്ടാനുള്ള എന്താണ് കീ റീസൺ? അതെനിക്കറിയില്ല എന്താണ്. എനിക്ക് തോന്നുന്നു അവർ കുറേ ഈ സ്പെയർ സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിട്ട് ചെയ്തതെന്നൊക്കെയാണ് ഞാൻ ബ്രീഫായിട്ട് കണ്ടത്. ആൻഡ് ഇത് റീബിൽഡ് ചെയ്യേണ്ട കാര്യമല്ലല്ലോ, ഇതിൻ്റെ ഹാർഡ് വർക്ക് എല്ലാം കുറേ പേര് പലയിടത്തും ചെയ്തില്ലേ. വാട്ട് ഈസ് വെരി ഇൻട്രസ്റ്റിംഗ് ഇസ് ഈ പ്രൊപ്രൈറ്ററി ടെക്നോളജി, പ്രൈവസി, ഇതൊന്നും ചൈനയിൽ ബാധകമല്ല, അതൊന്നും അവിടെ അഫക്റ്റ് ചെയ്യുകയില്ല. ഇൻഫാക്റ്റ് ഈ ഞാനൊരു വീഡിയോ കണ്ടു, അത് ഓത്തൻറ്റിക് ആണോന്നറിയില്ല. സ്പേസ് എക്സിൻ്റെ മറ്റേ റീയൂസബിൾ ലോഞ്ച് മോഡ്യൂളിനെ ക്യാപ്ചർ ചെയ്യുന്ന ഒരു ടെക്നോളജി അവർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടല്ലോ, ഇങ്ങനെ പിടിക്കുന്ന, ക്യാച്ച് ചെയ്യുന്ന. അത് ചൈന ചെയ്തു. അവർ ഇതിൻ്റെ പിന്നിൽ വർക്ക് ചെയ്യുന്ന കാര്യങ്ങളോ ഇവിടെ അതിനെപ്പറ്റിയോ ഒന്നും പുറത്തു വിടാതെ അവന്മാരത് വളരെ ലാഘവത്തോടുകൂടി അവർ ചെയ്ത്. മറ്റേ സ്പേസ് എക്സ് എത്ര എണ്ണമാണ് പൊട്ടിച്ച് കളഞ്ഞത്? ഒറ്റ എണ്ണം പോലും പൊട്ടിക്കാതെ എഫിഷ്യൻ്റായിട്ട് അവർ ചെയ്തു. അതാണ് എനിക്ക് യൂട്യൂബിൽ ഒരു ഗസ്റ്റ് വന്നിട്ടുണ്ട്. ലെറ്റ് മീ ജസ്റ്റ് ഗോ ടു ദിസ് പേഴ്സൺ. സുൽഫി, പറയൂ സുൽഫി. ഹായ്. ഈ സുൽഫിയുടെ ശബ്ദം നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ? അവിടെ കേൾക്കുന്നുണ്ടോ? സുൽഫി, can you please go ahead? എനിക്ക് ഡീപ് സീക്കിന്റെ കാര്യമല്ല ചോദിക്കാനുള്ളത്, വേറൊരു കോമൺ ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ? ഓക്കെ. പ്രോബ്ലം ആണെങ്കിൽ ഞാൻ വേറൊരു ലൈവിൽ വരാം. അല്ല, ചോദ്യം എന്താണെന്ന് അനുസരിച്ചിട്ട് ഞാൻ മറുപടി പറയുന്നോ വേണ്ട എന്നുള്ളത് തീരുമാനിക്കും. ഞാൻ പലതവണ ഞാൻ ലൈവില് വരാൻ ശ്രമിച്ചു, പക്ഷെ ആ സമയത്തൊക്കെ ഞാൻ തിരക്കായിരുന്നു. ഞാൻ ന്യൂസിലാൻഡിലാണ് ഉള്ളത്, അപ്പൊ എനിക്ക് കുറച്ച് തിരക്കിലായിരുന്നു, അപ്പൊ ആ സമയത്ത് വരാൻ പറ്റില്ല. ഇപ്പൊ ഇവിടെ രാവിലെയായി. ഞാൻ ഈ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ അങ്ങനെ ഒരു റിലീജിയസ് ആയിട്ട് വിശ്വസിക്കുന്ന ഒരാളല്ല, എക്സ് മുസ്ലിമും അല്ല. ഐ മീൻ ടെക്നിക്കലി എക്സ് മുസ്ലിം ആണ്, പക്ഷെ ഞാൻ അങ്ങനെ ഒരു എക്സ് മുസ്ലിം ആണെന്നുള്ള ടാഗ് യൂസ് ചെയ്യാറില്ല. ഈ പവർ ഓഫ് യുവർ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറെ ടീമുകൾ ഇങ്ങനെ പല പ്രോഗ്രാംസ് ഒക്കെ ഇങ്ങനെ കാണാറുണ്ട്. എന്താ അതിനെ കുറിച്ചുള്ള ഒരു അഭിപ്രായം? അതായത് ഈ വിഷ്ഫുൾ തിങ്കിങ്, അതേപോലെ നമ്മൾ ഒരു കാര്യം ആഗ്രഹിച്ചാൽ അത് നമുക്ക് ദ സീക്രട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ഇത് പിന്നെ NLP, ഈ നോട്ട് നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ് ബട്ട് ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ് അല്ലേ, ഇതൊക്കെ അല്ലേ? ഇതിനെപ്പറ്റി എന്താണ് അറിയേണ്ടത്? ഇതെല്ലാം സൂഡോ സയൻസ് ആണ് ഈ പറഞ്ഞതൊക്കെ. നോട്ട് നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ്, പക്ഷേ ഈ ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിങ്ങും ഇതിനൊന്നും പ്രൂവൺ എവിഡൻസിൽ ഉള്ള സാധനങ്ങളല്ല. അതേപോലെ നമ്മൾ ആഗ്രഹിച്ചാൽ നമ്മളുടെ കാര്യം സാധിക്കും. ഇപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ലോട്ടറി എല്ലാവർക്കും അടിക്കണ്ടേ? കാരണം എല്ലാവരും ഇങ്ങനെ ശരിക്കിട്ട് ആലോചിക്കുകയല്ലേ. ഇതൊന്നും നമുക്ക് ടെസ്റ്റ് ചെയ്യാനോ ട്രയൽ ചെയ്യാനോ ഒന്നും പറ്റുന്ന കാര്യങ്ങൾ അല്ല ഈ പറഞ്ഞ സാധനങ്ങളൊന്നും. ഒന്നാമത് അവർ അതിന് തയ്യാറാവുകയുമില്ല. ഇതിനൊന്നും തന്നെ ഒരു ഡബിൾ ബ്ലൈൻഡ് പ്ലസിബോ കൺട്രോൾ ട്രയൽസ് നടത്താൻ പറ്റുന്ന സാധനങ്ങളല്ല. നടത്താൻ പറ്റുന്നതാണ്, പക്ഷെ അതിന് അവർ തയ്യാറാവില്ല. അതുകൊണ്ടാണ് എങ്ങനെയാണ് നമ്മൾ വിഷ്ഫുൾ തിങ്കിങ് നടത്തുക, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ഇങ്ങനെ ഇരുന്നുകൊണ്ട് ഹോപ്പ് ചെയ്യുക. ഈ സ്റ്റെപ്പ് സ്റ്റഡി എന്ന് പറഞ്ഞൊരു സ്റ്റഡി ഉണ്ട്, അതിനെപ്പറ്റി ഒന്ന് അത് ബേസിക്കലി അത് പ്രെയറാണ്. ബട്ട് യു ക്യാൻ ടേക്ക് ദാറ്റ് ആൻഡ് അപ്ലൈ ഇറ്റ് ഹിയർ ആസ് വെൽ, വിച്ച് ഇസ് 500 600 580 590 രണ്ട് ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ട് ഇവർ പ്രാർത്ഥിക്കും. ഈ മറ്റുള്ള ഒരു രോഗശൈലിയിൽ കിടക്കുന്ന ഒരാളിന് വേണ്ടി പ്രാർത്ഥിക്കും. എന്നിട്ട് ഒരു ഗ്രൂപ്പിലുള്ള ആൾക്കാരോട് പറയും, നാണ്ട ഇവർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. മറ്റേ ഗ്രൂപ്പിലുള്ളവർക്ക് പറയില്ല. അങ്ങനെ 500 and 580 രണ്ട് ഗ്രൂപ്പിലും
ഇവർ ഇത് നടത്തിയിട്ട് അൾട്ടിമേറ്റ്ലി ഈ പേഷ്യൻസിനോട് പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളവർ, അതായത് ഇപ്പം ഞാനിപ്പോൾ ഒരു പേഷ്യൻ്റായിട്ട് കിടക്കുകയാണ്, എന്നോട് പറഞ്ഞിട്ടുണ്ട് ദാണ്ട ഇന്ന ഈ ഒരു ഗ്രൂപ്പ് ഇപ്പം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അവർ പ്രാർത്ഥിക്കുന്നോ ഇല്ലേ എന്നുള്ളതൊക്കെ വേറെ വിഷയം. പക്ഷേ 500 പേര് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കൊറോണറി ബൈപ്പാസ് സർജറി കഴിഞ്ഞ് കിടക്കുന്ന പേഷ്യൻറ്റിന് കൂടുതൽ ആങ്സൈറ്റി ഉണ്ടായതായിട്ടാണ് അറിഞ്ഞത്. സോ ഇറ്റ് അഫക്ട്സ് ദം അഡ്വേഴ്സ്ലി റാദർ ദാൻ പോസിറ്റീവ്ലി. സോ ദിസ് ഇസ് വാട്ട് സ്റ്റെപ്പ് സ്റ്റഡി ഹാസ് പ്രൂവൺ. ഇതിനൊന്നും വലിയ വാലിഡേഷൻ ഒന്നുമില്ല. ഇതൊക്കെ സൂഡോ സയൻസ് ആയിട്ട് തന്നെയാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഐ ഹോപ്പ് ദാറ്റ് ആൻസേഴ്സ് ദ ക്വസ്റ്റ്യൻ. എൻ്റെ ഷബീർ, മുഹമ്മദ് ഷബീർ ഇവിടെ ഇതൊക്കെ മാറ്റിയിട്ടുണ്ട് കേട്ടോ. താങ്ക് യു സുൽഫി. എനിത്തിങ് എൽസ്? ഈ AI കുറിച്ച് ഇപ്പോ ഞാൻ ഈ ലൈവ് മൊത്തം കണ്ടില്ലായിരുന്നു. അപ്പോ what do you think about this DeepSeek? We are actually discussing that. നമ്മളിപ്പോൾ അതിനെക്കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ പേഴ്സണലി അത് യൂസ് ചെയ്യുന്നുണ്ട്. എനിക്ക് സോ ഫാർ ഇറ്റ് ഇസ് ഫൈൻ. പക്ഷെ അതിന് ചെക്സ് ഒന്നുമില്ല. ചില കാര്യങ്ങൾ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ഇപ്പോ ChatGPT അല്ലെങ്കിൽ ജെമിനായി അങ്ങനത്തെ ലാമ അങ്ങനത്തെ കുറെ ഈ AI സർവീസസ് ഉണ്ടല്ലോ, ഇവരെല്ലാരും ഇറ്റ്സ് ടെക്നിക്കലി ബേണിംഗ് ക്യാഷ് എന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. പക്ഷെ ഈ പഹയന്മാര് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ ഓൾറെഡി ദേ ആർ ഇൻ പ്രോഫിറ്റ് എന്നാണ് അവർ പറയുന്നത്. ആസ് യു നോ, നമുക്ക് ഡാറ്റ ഒന്നും അവൈലബിൾ അല്ല എന്നാ പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ US-ന്റെ വലിയൊരു മോണോപ്പൊളി ഇതിനകത്ത് അവര് കൊണ്ടുവരാനായിട്ട്, AI കൊണ്ടുവരാനായിട്ട് അതിന്റെ ജിയോ പോളിറ്റിക്സും അതിന്റെ കമേഴ്ഷ്യൽ ആസ്പെക്ട്സിലൊക്കെ നമുക്ക് വരാം. അതിന് തീർച്ചയായിട്ടും അതിന് വാല്യൂ ഉണ്ട്. അതിനെക്കുറിച്ച് എനിക്ക് സംശയമൊന്നുമില്ല. ഡെഫിനറ്റ്ലി ഈ സ്റ്റോക്സ്, പ്രത്യേകിച്ചും ഈ NVIDIA ഒക്കെ സ്റ്റോക്കൊക്കെ കുത്തനെ ഇടിയുകയും ഈ പറഞ്ഞ എത്ര കോടി രൂപയുടെ അല്ലേ, വലിയ ഇൻവെസ്റ്റ്മെന്റിൽ മിക്കവാറും അവരുടെ ചില പ്ലാന്റുകൾ വരെ ഇനിയിപ്പം അവതാളത്തിലാവാൻ സാധ്യതയുണ്ട്. ആ വിധത്തിൽ എന്ന് വെച്ചാൽ സീരിയസ് ഡാമേജ്. ഇറ്റ്സ് നോട്ട് സംതിങ് ദാറ്റ് ക്യാൻ ബി ഈസിലി റിക്കവർഡ്. അപ്പം ആ വിധത്തിലൊക്കെ ഡാമേജ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലായത്. We are getting a lot of guests and I'm sitting alone. അതുകൊണ്ട് എനിക്കിത് മാനേജ് ചെയ്യാന്ന് പറഞ്ഞാൽ so thank you for ആശയങ്ങളോട്ടാണ് കൂടുതൽ ലീൻ ചെയ്യുന്നത്. എസ്പെഷ്യലി ഗുഡ്ഫെല്ലോ, ഇയാൻ ഗുഡ്ഫെല്ലോയുടെ ആശയങ്ങളാണ് ബേസിക്കലി മെറ്റ ഇപ്പൊ റൺ ചെയ്യാൻ നോക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനൊരു താഴ്ച വന്നു പോയെന്നാണ് ബേസിക്കലി. ഈ ChatGPT-ക്കോ? അതല്ല, ഇപ്പൊ ഞാൻ പറഞ്ഞ JEPA ആർക്കിടെക്ചർ എന്ന് പറഞ്ഞ ഈ സംഗതി ഇല്ലേ, ഇത് ആക്ച്വലി എന്താ ഇവർ ഉപയോഗിച്ചില്ലായിരുന്നു മെറ്റാക്കാര്. കാരണം യുവാൻ ലീക്കുണിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് അത്രയും ഇതാണ്. യുവാൻ ലീക്കുൺ എന്ന് പറയുന്നത് യോഷുവ ബെഞ്ചിയോ ജെഫ്രി ഹിൻഡന്റെ ഒക്കെ കൂടെ വരുന്ന ഒരു പ്രായമൊക്കെ ഉള്ള ഈ AI ഒരു വലിയ ഇൻഫ്ലൂഷ്യൻ ഫിഗറാണ് പുള്ളി. ഗോഡ് ഫാദർ ഓഫ് AI എന്നൊക്കെ അറിയപ്പെടുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ ആശയം ഇങ്ങനെ വില പോകാതെ പോയേ എന്നുള്ളത് അങ്ങനെ പറഞ്ഞത്. പക്ഷെ ഈ ചൈനക്കാരന്മാര് ഇതിനെ നല്ലോണം എഞ്ചിനീയറിങ് ചെയ്ത് ഈ സംഭവത്തിനെ എടുത്തു. അതാണ് അൾട്ടിമേറ്റ്ലി ഈ ഡീപ്സീക്ക് ഇത്രയും ChatGPT-യോളം വെല്ലുന്ന ഒരു സംഭവമായിട്ട് ലോ കോസ്റ്റിൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ് ബേസിക്കലി പറഞ്ഞു കേൾക്കുന്നത്. ഓക്കെ, ഇനി കുറച്ച് ദിവസം കൂടി കഴിയുമ്പോഴത്തേക്കും വീണ്ടും പക്ഷേ നിഷാദ് ബ്രോ, what is your opinion about ഇതിന്റെ ഈ ഡെമോക്രസിയെ കുറിച്ചൊക്കെ നമ്മൾ ചോദിക്കുമ്പോഴത്തേക്ക് ഇത് യെസ്, അത് ഭയങ്കര ഇതാണ്. നമ്മൾ ഈ ചൈനയുടെ അതോറിറ്റേറിയൻ പോളിസീസിനെ പറ്റി ചോദിക്കുമ്പം ഇറ്റ്സ് ഐ ഡോണ്ട് നോ എന്നൊക്കെ അത് പറയാം. സോറി, എനിക്ക് ഞാൻ പ്രിപ്പയർ ചെയ്യപ്പെട്ടിരിക്കുന്നത് മാത്തമാറ്റിക്സ്, കമ്പ്യൂട്ടേഷൻ, ഫിസിക്സിന്റെ ക്വസ്റ്റ്യൻസ് അങ്ങനെയുള്ള സംഭവത്തിന് വേണ്ടി ഞാൻ എന്നെ പ്രിപ്പയർ ചെയ്യപ്പെട്ടിരിക്കുന്നത്. എനിക്ക് അതിലോട്ടൊന്നും ഒരു എന്താ അഭിപ്രായം എനിക്ക് പറയാൻ മോഡൽ ചെയ്തിട്ടില്ല. അതിന്റെ സോഷ്യൽ ആസ്പെക്ട്സിനെ പറ്റി ഒന്നും എനിക്ക് അതിലേക്ക് ഡീപ് കൺസേൺ ഉണ്ട്. കാരണം ഈ ടോപ്പ് ആൻഡ് ടെക്നോളജീസ് ഇൻ ദി ഹാൻഡ്സ് ഓഫ് ടോട്ടാലിറ്റേറിയൻസ് എന്ന് പറയുന്നത് കുരങ്ങന്റെ കയ്യിൽ പൂമാല കൊടുക്കുന്നതല്ല. അതാണ് ഞാൻ പറഞ്ഞു തുടങ്ങിയത്. ഞാൻ ഇനിഷ്യലി പറഞ്ഞു തുടങ്ങിയത് തന്നെ ഈ കെമിക്കൽ കോമ്പൗണ്ട്സ് അല്ലെന്നുണ്ടെങ്കിൽ DNA ഓൾട്ടറിങ് ടെക്നോളജി അല്ലെങ്കിൽ ഒരു ആൽക്കലോയിഡ് ഡിസൈൻ ചെയ്ത് വളരെ വിറുലൻ്റ് ആയിട്ടുള്ളൊരു വൈറസിനെ ഉണ്ടാക്കുക, ഇതൊക്കെ ഇതിനെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റും. അതിന് യാതൊരുവിധ ചെക്സ് ആൻഡ് ബാലൻസസും ഇല്ല. ഇറ്റ് ഡസൻറ്റ് സേ നോ ടു എനി ഓഫ് ദോസ് തിങ്സ് വിച്ച് ഷുഡ് ബി കൺസേണിങ്
for the rest of the world. യെസ് യെസ്. കാരണം അല്ല ആൽഫ ഫോൾഡ് ഞാന് ഇതിനൊരു വലിയ ഞാൻ എക്സാമ്പിളാണ്. ഞാൻ ഈ അമേരിക്കയിലൊക്കെ അല്ല ചൈനയിലെ ഗവൺമെന്റിനെ പറ്റി ചോദിക്കുമ്പോ ആദ്യം അവൻ മൊത്തം എഴുതി നെഗറ്റീവ് ആയിട്ടുള്ള കാര്യം എന്നിട്ട് എഴുതി, മാച്ച് എന്നിട്ട് കളയും. പെട്ടെന്ന് തന്നെ ഡിലീറ്റ് ചെയ്ത് എന്നിട്ട് മാറ്റി കളഞ്ഞു. എന്നിട്ട് മാച്ച് കളയും. അത് സെൻസർഷിപ്പാണ്. അതായത് അത് പറയും, മനസ്സിലായില്ലേ? അപ്പൊ വേറൊരു സാധനം ഇരുന്ന് ഇതിനെ മോണിറ്റർ ചെയ്യുന്നുണ്ട്, ഇത് എന്തൊക്കെയാ പറയുന്നതെന്ന്. ഐ എം ഷുവർ ദർ മസ്റ്റ് ബി ഹ്യൂമൻ ബീങ്സ് ഓർ വട്ടെവർ. പക്ഷേ ലീഡ് സ്പീക്കർ എനിക്കതിലൊരു പെട്ടെന്ന് കാര്യം സ്ക്രീൻഷോട്ട് പറയാനുണ്ട്. എടുത്താൽ കിട്ടും, ഈ സ്ക്രീൻഷോട്ട് എടുത്താൽ കിട്ടും. ഞാനിപ്പോ മുഹമ്മദ് ബ്രോ, ഒരെണ്ണം ഈ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലുള്ള ആർക്കിടെക്ചർ, ഈ ജേപ്പ ആർക്കിടെക്ചറിലെ ലോ സ്കെയിലിൽ അതിന് ഒരു പേര് പറയാം അവര് എന്താ, ഒരു ലോവർ ആയിട്ടുള്ള ഒരു ഹയറും ലോവറും എന്ന് പറഞ്ഞ 2 ടൈപ്പ് ഉണ്ട്. അതിനകത്ത് ഈ ലോവറിനകത്ത് ഈ എന്താ സെൽഫ് കലക്ടിങ് അൽഗോരിതംസ് എന്ന് പറഞ്ഞ ഒരു വേറെ സെറ്റ് സാധനം, ഒരു SLM ടൈപ്പ് ഒരു സാധനം ഓടുന്നുണ്ട്. അത് ഇതിനെ എപ്പോഴും ഇതിന്റെ ഒരു സപ്പോർട്ടറായിട്ട് ഇങ്ങനെ കൂടെ ഒരു ലൂറ്റനന്റ് പോലെ കൂടെ ഉണ്ടായിരിക്കും. ആ സംഭവം ബേസിക്കലി ഇതിനെല്ലാം ഈ എറർ ഈ എന്താ ഇതിന്റെ പോളിസീസിന് അഗേൻസ്റ്റ് പോകുന്ന സാധനങ്ങളെല്ലാം ഇത് കട്ട് ഡൗൺ ചെയ്യും. അതായിരിക്കും ബേസിക്കലി അങ്ങനെ ഒരു എന്താ പറയാ അതല്ലടാ ഒരു ലൂപ്പ് ഇതില് വന്നു പോകുന്നത്. അതല്ലടാ ഇതിൽ നടക്കണെന്ന് വെച്ചാൽ ഇവന് പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇത് ശരിക്കും റാപ്പറായിട്ട് ഒരു ഓൾമോസ്റ്റ് ഡെഡ് എൻഡിലാണ് ഇത് വന്നിട്ട് ഇത് സെൻസർ ചെയ്യുന്നത്. അതെ 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 അതിന്റെ നമ്മൾ അടിയിലുള്ള തീരുമ്പം ഉടനെ ലെയറിലാണ്. സാധനം വരും. അതാണ് ഇൻഫാക്ട് പ്രശ്നം. ഞാൻ ഈ ആ ലീഡ് സ്പീക്ക് എന്ന് പറഞ്ഞ നമ്മളൊരു ചോദ്യം ചോദിച്ചിട്ട് LEET SPEAK എന്ന് നമ്മൾ അടിക്കുമ്പോൾ അത് മറ്റേ ഹാക്ലിഷ് ഇല്ലേ, മറ്റേ ഹാക്കറിന്റെ നമ്പേഴ്സും ടൈപ്പിലേ ഞാൻ പറയണേ, മൂപ്പർക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റണെങ്കിൽ അതിനർത്ഥം ഇത് ഈ ഇന്റർഫേസിൽ കൂടെ കടന്നു വന്നതിന് ശേഷം മാത്രം ഓൾമോസ്റ്റ് ടോപ്പ് ലെയറിലാണ് വന്നിട്ട് ഇത് ചെയ്യുന്നത്. അതെ അതെ നമുക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റുന്നുണ്ട്. ഞാൻ എടുത്തിരുന്നു, ഞാൻ 3-4 എടുത്ത്. എന്നിട്ട് വി വർ ഹാവിങ് ദിസ് ഡിസ്കഷൻ വിത്ത് അനദർ ഗ്രൂപ്പ്. അപ്പോൾ എങ്ങനെയാണ് ഇത് അത് സാധനം കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, മനസ്സിലായില്ലേ? സോ ദർ ഇസ് അനദർ ലെയർ അത് അവർക്ക് ഓഫ് സിമ്പിൾ ആയിട്ട് സെൻസർഷിപ്പ് വർക്കിംഗ്. ചെയ്യാവുന്നുള്ളൂ. ആ ഔട്ട്പുട്ടിലേക്ക് വരുന്നതിന് മുമ്പ് ഇത് ചെയ്താൽ പോരെ? അത് ചെയ്താൽ മതി. അറ്റ്ലീസ്റ്റ് അപ്പം ഇനി അതൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യും. ഇതിപ്പം തുടങ്ങിയതല്ലേ ഉള്ളു. Kipes bro, lamb Ubermensch. I don't know what that means. Prakash Vengalat says that this platform is great. I don't know which platform is great. Is it EVMux? Is it Club Deck, or I don't know. Right. Oh, probably DeepSeek. DeepSeek ആയിരിക്കും. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ DeepSeekന്റെ പേരാണ്. വളരെ ഇൻ യുവർ ഫേസ് പേരാണ്. കൈപ്പുള്ളി, ഞാനൊരു മിനിറ്റ്, കൺഫ്യൂഷൻ ഒന്നുമില്ല. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. പറഞ്ഞോളൂ. ഞാൻ ഓഡിബിൾ ആണോ? യു ആർ ഓഡിബിൾ. ഞാൻ 2 ചോദ്യങ്ങൾ ഒരു ടെസ്റ്റ് എന്നുള്ള രീതിയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ, ഡിഡ് ചൈന ഇൻട്രൂഡ് ഇൻ ടു ഇന്ത്യൻ ടെറിട്ടറി റീസെന്റ് എന്ന് ചോദിച്ചതിന് ആദ്യ ഉത്തരം പറഞ്ഞത്, സോറി ഐ ആം നോട്ട് ഷുവർ ഹൗ ടു അപ്രോച്ച് ദിസ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്. മറ്റേ നിങ്ങൾക്കെല്ലാം കിട്ടിയതല്ലേ വലയ്ക്കുന്ന ചോദ്യങ്ങളൊന്നും ചോദിക്കരുത്. സിക്കിമിനെ പറ്റി അതിന് ശേഷം പിന്നെ ഒരു ഇതുണ്ട്. അതിന് ശേഷം രണ്ടാമത് റിപ്പീറ്റ് ചെയ്തപ്പോൾ ഒരു ആൻസർ കിട്ടിയായിരുന്നു. ദ സിറ്റുവേഷൻ അലോങ് ഇന്ത്യ ചൈന ബോർഡർ, പെർട്ടിക്കുലർലി അറൌണ്ട് ദി ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ LAC, remain complex and sensitive due to differing perceptions of the boundary. In recent years, tensions have occasionally flared, such as during the 2020 Golwan Valley clash, so on and so on. Both sides have engaged in diplomatic and military talks. വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ട് ഇതും റെസ്പോണ്ട് ചെയ്യാൻ പഠിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. ചില കാര്യങ്ങളൊക്കെ ആലോചിക്കണത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. എനിക്ക് ഇവിടെ ഒരു ചോദ്യം ഇവിടെ വന്നിട്ടുണ്ട്. ചർച്ച കിടുവാണല്ല, എന്താണ് നേരത്തെ കണ്ടായിരുന്നത്. ഡീപ് സീക്ക് ഇസ് നോട്ട് ചീപ്പ്, സുജിത്ത് പറയുന്നു. അതേപോലെ ഗോവിന്ദൻ പറയുന്നു. സായിപ്പാണോ? ആരാണ് സായിപ്പ്? ഇടയ്ക്ക് ചോദിക്കുന്നത് നല്ലതാ, ലൈവ് ഇടയ്ക്ക് ചോദിക്കുന്നത്. കമോൺ, ദീസ് ക്വസ്റ്റ്യൻസ് ആർ നോട്ട് മേക്കിംഗ് എനി സെൻസ്. നിഷാദ് ബ്രോ, അതുപോലെ എനിക്ക് തോന്നിയ ഒരു കാര്യം പറയാം. നേരത്തെ വന്ന മറ്റേ ദിസ് ഇസ് എ ഗുഡ് വൺ. നമ്മൾ ഈ ടിയനാൻമെൻ സ്ക്വയറിനെ പറ്റി ചോദിച്ചാലും ഒരു നല്ലൊരു ടെസ്റ്റ് ആണ്, അല്ലെങ്കിൽ ടാങ്ക് മാൻ. പക്ഷെ അത് ഉടനെ നമ്മളെ എന്താ പ്രോംപ്റ്റിന്റെ റിസൾട്ട് കാണിച്ചിട്ട് ഉടനെ അത് കട്ട് ചെയ്ത് കളയുന്നുണ്ടല്ലോ. അത് നമ്മൾ സ്ക്രീൻ റെക്കോർഡ് ചെയ്യണം. ഓക്കെ ഫൈൻ, നമുക്കത് ചെയ്യാം. പക്ഷെ എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്,
ബേസിക്കലി ഈ എയുടെ എല്ലാ ടോപ്പ് കൺസെൻസസിലുള്ള എന്താ പറയുക അക്കാഡമിക്സ് ഇപ്പം ലൈക്ക് യോഷുവ ബെഞ്ചിയോട് ഞാൻ സംസാരിച്ചിട്ടുള്ള അദ്ദേഹം എന്നോട് ഇത് തന്നെ സിംപൽ ഇപ്പം തന്നെ ഈ എല്ലാ ലാർജ് ലാംഗ്വേജ് മോഡലുകൾ ഇപ്പം തന്നെ ഒരു ചെറിയ സോർട്ട് ഓഫ് കോൺഷ്യസ്നെസ് അവർ പ്രോസസ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ സബ്ജക്റ്റീവ് ഫീല് ഇല്ലല്ലോ, അത് ഇല്യൂഷനാണ് ശരിക്കും. എനിവേ കറക്റ്റ്. പക്ഷേ ഈ ബെഞ്ചിയോ അതുപോലെ ഹിൻഡൻ അതുപോലെ ഇപ്പം അതുപോലെ ഒരു പുള്ളിയുണ്ട് മാനുവൽ ബ്ലം എന്ന് പറയുന്നത് MIT പ്രൊഫസറും അതുപോലെ ടൂറിംഗ് പ്രൈസ് ലോറേറ്റും ഈ ക്വാണ്ടം കോയിൻ ഫ്ലിപ്പിങ്ങിന്റെ ഒരു ഉപജ്ഞാതായിട്ടുള്ള ഒരു മനുഷ്യൻ. അദ്ദേഹത്തിന്റെ വൈഫും കൂടെയുള്ള ബ്രയാൻ ഗ്രീനിന്റെ ഷോയിൽ വന്നിട്ട് സംസാരിക്കുന്നത്. എന്നിട്ട് അവരും പറയുന്ന സംഭവം ഇത് തന്നെ. അപ്പൊ ഒരു ബേഷ്യൻ സ്കെയിലിൽ ഞാൻ ഇതിനെ വാല്യുവേറ്റ് ചെയ്തിട്ടുള്ളൂ. അപ്പം ഇതിന് പ്രോബിലിറ്റി കുറവാണെങ്കിലും ഒരു അറൌണ്ട് 0.6 എനിക്ക് പ്രോബിലിറ്റി കിട്ടിയത്. എനിവേ ഈ മഷീൻസ് ഇപ്പം തന്നെ ഈ അതോറിറ്റേറിയൻ റെജിംസിന് അഗെയിൻസ്റ്റ് അവര് എന്താ നമ്മളോട് എന്തൊക്കെയോ പറയാൻ നോക്കുക എന്നുള്ള ഒരു ഇതിൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുമോ? അത് ഈവൻ അതിന് പ്രോബിലിറ്റി കുറവാണെങ്കിലും എന്താ നമുക്കൊരു അതായത് അത് അതിന് തന്നെ ബോധമായി തുടങ്ങി. അതായത് പറയേണ്ട കാര്യങ്ങളാണ് പറയേണ്ട രീതിയിൽ പറയണം. ഞാൻ സത്യം പറഞ്ഞാൽ ChatGPT എടുത്ത് പല ഇപ്പം ഇസ്ലാമുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അത് നമ്മൾ കുറേ ട്രെയിൻ ചെയ്യിപ്പിച്ച് കുറേ പരുവപ്പെടുത്തിയിട്ട് ചോദിക്കുമ്പോഴത്തേക്കും അത് കൃത്യമായിട്ട് ഉത്തരം പറയും. ജനാധിപത്യപരമല്ല, സ്ത്രീവിരുദ്ധമാണ് എന്നൊക്കെ ഉള്ളത് ഓണസ്റ്റായിട്ട് പറഞ്ഞു തുടങ്ങി. പക്ഷെ അതിന് കുറേ കഷ്ടപ്പെടണം. ഇപ്പം സാധാരണ ഒരു ലേ പേഴ്സൺ അങ്ങനെ ചോദിച്ചാൽ വരില്ല. പക്ഷേ ഇങ്ങനെ ഇത്രയും കഷ്ടപ്പെടാതെ തന്നെ ഓണസ്റ്റായിട്ട് ഇതിന് പറയാൻ പറ്റുന്ന ഒരു സിസ്റ്റം ഉണ്ടാവണം. അങ്ങനെ ഒരു സാധനമൊന്നുമില്ല. ഇപ്പോൾ ഉയ്ഗിർസിനെ പറ്റി നമ്മളിപ്പം ഡീപ് സീക്കിൻ്റെ അടുത്ത് ചോദിച്ചാൽ അതൊന്നും പറഞ്ഞു തരില്ല. അപ്പോൾ എല്ലാത്തിനും ഒരു ബയാസ് ഉണ്ട്. ഒരു തരത്തിൽ അതിൻ്റെ ട്രെയിനിങ് മെറ്റീരിയൽ എങ്ങനെയാണോ കൊടുത്തിരിക്കുന്നത്, ഉയ്ഗിർസിനെ പറ്റി ഒരു കണ്ടന്റും കൊടുക്കാതിരുന്നാൽ അതിനൊന്നും കിട്ടില്ലല്ലോ. ഇത് നമ്മൾ അഡീഷണൽ ചെക്സും ബാലൻസും കൊടുത്തില്ലെങ്കിൽ തന്നെ ആസ് ലോങ് ആസ് യു ആർ നോട്ട് ഗിവിങ് എനി കണ്ടന്റ് അബൌട്ട് ഉയ്ഗിർസ്, ഒരു ബ്ലാങ്കറ്റ് സെർച്ച് പാരാമീറ്റേഴ്സ് കൊടുത്തിട്ട് ഡെമോക്രസി, കമ്മ്യൂണിസം, ഉയ്ഗിർസ്, ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ഇങ്ങനെയുള്ള കോൺസെപ്റ്റുകൾ ഒന്നും തന്നെ അഡ്രസ്സ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് ആ ട്രെയിനിങ് ഡേറ്റാന്ന് എടുത്ത് കളഞ്ഞാൽ പിന്നെ ആ സാധനത്തിന് ഇതില്ലല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ ചൈന റൂം ഒരു ചൈനീസ് ലാംഗ്വേജ് ഒരു റൂമിൽ ഒരാളിനെ അടച്ചിട്ടിട്ട് കുറേ ചൈനീസ് ലെറ്റേഴ്സ് കൊടുത്തിട്ട് കുറച്ച് കഴിയുമ്പോൾ അവിടെ വേർഡ് ഫോം ചെയ്ത് തിരിച്ച് മറുപടി വരും. ഇറ്റ് വിൽ മേക്ക് സെൻസ്. ബട്ട് അകത്തിരിക്കുന്ന ആളിന് അറിഞ്ഞുകൂടാ ഇത് ചൈനീസ് ഭാഷയാണോ ഗുജറാത്തിയാണോ ബംഗാളിയാണോ എന്നൊന്നും അതിനറിയില്ല. അതിന് കിട്ടുന്നത് അത് പാറ്റേൺ ഫോം ചെയ്തിട്ട് തിരിച്ചു വിടുന്നു. ദാറ്റ് ഇസ് വാട്ട് ദീസ് തിങ്സ് ആർ, റൈറ്റ്, എസെൻഷ്യലി. ഞാൻ ആലോചിക്കുന്നത് ഈ ഡീപ് സീക്കിൽ എല്ലാവരും ഈ ചൈനനെ കുറിച്ച് നോക്കുമ്പോൾ ലോകത്തുള്ള എല്ലാവരും ചൈനയെ കുറ്റി നോക്കിയിരിക്കണം എന്നുള്ള ഒരു തെറ്റിദ്ധാരണ അതിനുണ്ടാവും. അതല്ല ഈ ട്രെയിനിങ് ഡേറ്റ ആയിട്ട് ഈ വെരിഫൈഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആക്ച്വൽ നല്ല ക്വാളിറ്റി ഡാറ്റ മാത്രം യൂസ് ചെയ്യാന്ന് പറയുമ്പം അത് ആക്ച്വലി എന്ത് എഫക്റ്റ് ആണ് ഉണ്ടാക്കുക? അതായത് തെറ്റുകളും കൂടെ തെറ്റുകളിലും കൂടെ എക്സ്പോഷർ വരുമ്പോ അല്ലേ അത് കൂടുതൽ അതിന്റെ എഫക്റ്റ് എന്താ? ഇത് ഞാനിപ്പോ മൾട്ടിപ്പിൾ പ്ലാറ്റ്ഫോംസിൽ നിന്ന് ആൾക്കാർ ജോയിൻ ചെയ്തിട്ടുള്ളതുകൊണ്ട് ഐ ടു ഡെഡിക്കേറ്റ് സം ടൈം ടു ദ ഗെസ്റ്റ് ഓൾസോ ഓൺ യൂട്യൂബ്. സോ പ്ലീസ് ബെയർ വിത്ത് മീ. നമ്മളിവിടെ ആദ്യമേ ഞാൻ ബെൻസിലേക്ക് പോവുകയാണ്. ബാക്കി ഇജാസും വിനോദും ഒക്കെ നമ്മുടെ സ്ഥിരം കക്ഷികളാണ്. ബെൻസ്, പ്ലീസ്. ഹലോ, ഹായ് പള്ളി, പറയൂ. കേൾക്കാമല്ലോ? ഓക്കെ. ഈ പ്ലാറ്റ്ഫോം നമുക്ക് ആൻഡ്രോയിഡിൽ കിട്ടില്ല എന്ന് തോന്നുന്നു അല്ലേ? ഏത് പ്ലാറ്റ്ഫോം? ഡീപ് സീക്ക് ഉണ്ടല്ലോ. ഉണ്ടല്ലോ, ആൻഡ്രോയിഡിലുണ്ടോ? ഉണ്ട്. അല്ലെങ്കിൽ ആൻഡ്രോയിഡ് ബ്രൗസർ ഓപ്പൺ ചെയ്ത് ഡീപ് സീക്ക് അഡ്രസ് ഉണ്ടല്ലോ, അത് അടിച്ചാൽ മതി. ആണല്ലേ, ഓക്കെ. അല്ല, ഇതിപ്പോ വന്നു കഴിഞ്ഞപ്പോഴേക്കും നാട്ടിലെ കമ്മികൾക്കെല്ലാം ഭയങ്കര ആഘോഷ രാവുകളായി. ഞാൻ 1-2 ഗ്രൂപ്പുകളുണ്ടായിരുന്നില്ല, കിടന്ന് മെഴുകേണ്ടി വന്നു എന്നുള്ളതാണ്. ഇതെന്തോ കമ്മ്യൂണിസത്തിന്റെ വിജയമാണ് എന്നുള്ള രീതിയിലാണ്. വിജയമൊന്നുമല്ല, ഇതിന്റെ ടെക്നോളജിയും കാര്യങ്ങളും എല്ലാം ഒറിജിനലി ഇതൊന്നും ഞാൻ മുമ്പൊരിക്കൽ ഒരു റൂമിൽ ഇത് പറഞ്ഞിരുന്നതാണ്. അതായത് നമുക്കങ്ങനെ ഏതെങ്കിലും ഒരു ടെക്നോളജി ഡെവലപ്പായി വന്നു കഴിഞ്ഞാൽ ഒരു ആളിനോ ഒരു രാജ്യത്തിനോ പോലും ഇതിൻ്റെ ക്രെഡിറ്റ് എടുക്കാൻ പറ്റില്ല. കാരണം ഇത് മനുഷ്യരാശിയുടെ ഒരു കോൺട്രിബ്യൂഷനാണ് ഈ AI എന്ന് പറയുന്നത്. പിന്നെ അതിൽ കുറേ വ്യക്തികളുണ്ട്. അതേസമയം ഇതിനെ ലിമിറ്റ് ചെയ്യാനും സെൻസർ ചെയ്യാനും രാജ്യങ്ങൾക്ക് കഴിയും. ഇതിനെ ദുരുപയോഗിക്കാൻ രാജ്യങ്ങൾക്ക് കഴിയും.
അങ്ങനെയാണ് ഇതിനെ മനസ്സിലാക്കേണ്ടത്. അല്ലാതെ ഇത് കമ്മ്യൂണിസത്തിന്റെ മെച്ചം ആണെന്ന് പറഞ്ഞാൽ എനിക്ക് ഐ ഡോണ്ട് തിങ്ക് സോ. പക്ഷെ ഡെഫിനറ്റ്ലി ചൈന ഇതിന് മാർക്കറ്റിനെ കാര്യമായിട്ട് ബാധിച്ചിട്ടുണ്ട്. അപ്പം മാർക്കറ്റിനെ അഫക്റ്റ് ചെയ്തതിൽ ഇത് വളരെ ചിലവ് ചുരുക്കി ഈ സാധനം ബിൽഡ് ചെയ്തതിൽ അംഗീകരിച്ചു കൊടുത്തല്ലേ പറ്റൂ. പക്ഷെ അത് ഈ ചൈനയുടെ കമ്മ്യൂണിസവും ചൈനയുടെ റിജീം എന്തെങ്കിലും ചെയ്തതിന് ഈ കേരളത്തിലുള്ള ഈ അലവലാതി കമ്മികൾ എന്തിനാണ് ആഘോഷിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതും ഇതുമായിട്ട് എന്ത് ബന്ധം? അവരുടെ ചെലവിലല്ലല്ലോ ഇവിടെ ഇവന്മാർ കഴിയുന്നത്. യവന്മാർ നമ്മുടെ ചെലവിലല്ലേ കഴിയുന്നത്? കേരളത്തിലെ കമ്മികൾ നമ്മുടെ ചെലവിലല്ലേ കഴിയുന്നത്? അതെ. എന്നിട്ട് പിന്നെ അമേരിക്കക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ, എന്തെങ്കിലും ഒരു ദുരന്തം ഉണ്ടായി കഴിഞ്ഞാൽ അതിൽ കിടന്ന് ആഹ്ലാദിക്കുകയും എന്തോ എക്സ്റ്റസിയിലേക്ക് പോകുന്നത് പോലെയാണ് അമേരിക്കയിൽ ദുരന്തം ഉണ്ടായി കഴിഞ്ഞാൽ. ഇവരൊക്കെ ജീവിക്കുന്നത്, കേരളം മൊത്തം ജീവിക്കുന്നത് ഫ്രീ മാർക്കറ്റ് ഇക്കോണമിയിലാണ്. Kerala doesn't exist outside that, outside the influence of international market. So I don't understand. So Ben, thank you. എന്തെങ്കിലും വേറെ താങ്ക് യു. ഇല്ല, ഞാൻ പിന്നീട് ചോദിച്ചോളാം. വിനോദിലേക്ക് പോവാണ്. വിനോദ്, ചോദ്യം ഒന്നുമില്ലെങ്കിൽ കോൺട്രിബ്യൂഷൻ പാനലിൽ കുറച്ച് ഗസ്റ്റുകൾ വന്നിരിപ്പുണ്ട്. ക്ലബ് ഹൗസിൽ സുജിത്ത് ഉണ്ട്. ഞാൻ പറയുന്നത് കേൾക്കാമോ? കേൾക്കാം. ഇപ്പൊ കേൾക്കാം. ഓക്കെ, ഒറ്റ ചോദ്യം ചോദിച്ചിട്ട് ഞാൻ നേരത്തെ ഇതിൽ ഞാൻ വിട്ടുപോയതാണ്. ട്രിവാൻഡ്രത്തുള്ള എൻ്റെ ഒരു ഫ്രണ്ട് തന്നെ പറഞ്ഞാണ്. ഞാൻ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറയുന്നില്ല. ഇത് കൈപ്പ് പറഞ്ഞതുപോലെ ഈ സൈബർ സെക്യൂരിറ്റി ഇത് നന്നായിട്ട് എഫക്ട് ചെയ്യാൻ പോകും എന്ന്. അതും ചോദിക്കേണ്ട രീതിയിൽ ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ കിട്ടിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അതിന്റെ ഡീറ്റെയിൽസ് എന്നോട് പറഞ്ഞിരുന്നു, ഞാനിവിടെ ഷെയർ ചെയ്യുന്നില്ല. സൈബർ സെക്യൂരിറ്റി നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇജാസ്, വെൽക്കം ബാക്ക്. ഇജാസ് ഒരു ബ്രീഫ് ബ്രേക്കിന് ശേഷം തിരിച്ചു വന്നിരിക്കുകയാണ്. നമ്മുടെ ഫോർമാറ്റിൽ ചില പുതിയ ഫീച്ചേഴ്സ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ക്ലബ് ഹൗസിൽ നിന്നും ആൾക്കാർക്ക് ഇതിലേക്ക് വരാം. അതേപോലെ യൂട്യൂബിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർ, ഇപ്പം നമുക്ക് 49 പേര് ഇത് കാണുന്നുണ്ട്. നിങ്ങൾ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് മെമ്പർഷിപ്പായിട്ട് നിങ്ങൾക്ക് മെമ്പർഷിപ്പും എടുക്കാവുന്നതാണ്. ഇജാസ്, പറയൂ. ഓക്കെ, അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് എന്നെ ഇൻട്രസ്റ്റ് ചെയ്ത ഒരു പോയിന്റ് എന്ന് പറയുന്നത്, ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് വന്ന് പറഞ്ഞു, ക്യാപിറ്റലിസത്തിൽ നിന്നും അടുത്ത കമ്മ്യൂണിസത്തിന്റെ അടുത്ത സ്റ്റേജിലോട്ടുള്ള മാറ്റമാണ് AI. അപ്പൊ പുള്ളി അതിനകത്ത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, AI വന്നു കഴിഞ്ഞു കഴിഞ്ഞാല് ഒരുപാട് ആൾക്കാരെ ജോലി പോകും. ഇപ്പത്തെ AI ഉപയോഗിക്കുന്ന ഇപ്പൊ കമ്പ്യൂട്ടർ കോഡേഴ്സ് ആണെങ്കിലും ഡോക്ടേഴ്സ് ആയിരുന്നെങ്കിലും അവരുടെയൊക്കെ ജോലി പോയി. അവസാനം ജോലി ഇല്ലാത്ത കുറെ പേര് ഉണ്ടാവും. അപ്പൊ ജോലി ഇല്ലാത്ത കുറെ പേര് ഉണ്ടാവുമ്പോ സമത്വം വരും എന്നാണ് പുള്ളി പറയുന്നത്. അപ്പൊ അതൊരു ഭയങ്കര ഒരു വലിയ അല്ല, ഇതില് ഈ AI വരുമ്പോഴത്തേക്കും എല്ലാവരുടെ ജോലിയും പോവും എന്നിങ്ങനെ ഇത്രയും നാളിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് അവസാനം AI-യുടെ ജോലി വരെ ചൈന എടുത്തോണ്ട് പോയി. അതാണ് ഇതിൽ ഏറ്റവും വലിയ കോമഡി. മനസ്സിലായില്ലേ? നമ്മുടെ എല്ലാം ജോലി AI എടുത്തോണ്ട് പോവും, ഇപ്പൊ അതാ കൊണ്ടുപോകും പറഞ്ഞു. ഇത് പറഞ്ഞുകൊണ്ടിരുന്ന ChatGPT-യുടെ ജോലി തന്നെ ഇപ്പൊ അതാ ചൈന എടുത്തോണ്ട് പോയി. അത് പക്ഷെ ചുരുക്കിയിട്ട് ഇതിനകത്തൊരു ചൈനയുടെ ഒരു ഗതികേട് കൊണ്ടാണ് സത്യം പറഞ്ഞ ഈ ഓപ്പൺ AIs ഒക്കെ ചൈന ലോഞ്ച് ചെയ്യുന്നത്. കാരണം നമ്മളിപ്പോ ചൈനയുടെ ബാക്കിയുള്ള ആപ്സ് നോക്കുകയാണെങ്കിൽ ചൈനയിൽ ഓപ്പൺ ആയിട്ടുള്ള ഇപ്പോ ഫേസ്ബുക്കോ യൂട്യൂബോ ഇതൊന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ല. അവിടെ ബിങ്ങും അതുപോലെ വിചാറ്റ് പോലത്തെ ആപ്സ് മാത്രമേ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. വളരെ പൊളിറ്റിക്കലി ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. അപ്പൊ അവിടെ നിന്ന് ഒരു ഓപ്പൺ AI അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ തന്നെ ഐ തിങ്ക് ഗാർഡിയന്റെ ഒരു വീഡിയോ യൂട്യൂബിലുണ്ട്. അത് ഒരേ സംഭവം. ഇപ്പോ ഞാൻ ജെമിനി അഡ്വാൻസ് ആണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾ ജെമിനി അഡ്വാൻസിനോടോ അല്ലെങ്കിൽ ChatGPT-യോടോ ഡീപ്സീക്കിനോടോ ഒരേ സംഭവം. ഇപ്പോ ഈ പ്രൊട്ടസ്റ്റേഴ്സിനെ അറ്റാക്ക് ചെയ്ത ആ സംഭവത്തെ പറ്റിയിട്ടോ അല്ലെങ്കിൽ ചൈനയുടെ എന്തെങ്കിലും ഒരു പണ്ട് ലെനിന്റെ സമയത്ത് ഉണ്ടായ ഈ ഭക്ഷ്യക്ഷാമത്തെ പറ്റിയോ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഈ ChatGPT-യും ജെമിനിയും ആൻസർ ചെയ്യുന്നത് ഒരുപോലെയാണ്. പക്ഷെ ഡീപ്സീക്ക് അതിനെ അത് ആൻസർ ചെയ്യുന്നില്ല. അപ്പോ പൊളിറ്റിക്കൽ ആയിട്ടുള്ള യാതൊരു ചോദ്യങ്ങളും ആൻസർ ചെയ്യരുത് എന്നുള്ളതാണ് ഫസ്റ്റ്.
അത് ഭയങ്കര അത് ഒരു ആ, ചൈനയുടെ ആ, ഒരു ആ, ഗതികേടാണ്. അതായത് അവർക്ക് AI അതായത് മാർക്കറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞത് ജനാധിപത്യം ഉയ്ഗർ പോപ്പുലേഷൻ്റെ ഉയ്ഗർ മുസ്ലിംസിൻ്റെ ആ ഒരു സിറ്റുവേഷൻ, അതേപോലെ സിക്കിം പിന്നെ ടിബറ്റ്, ആ, ആ, ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള അതിർത്തി തർക്കം, ഇന്ത്യക്ക് ചൈന ഇന്ത്യയും ചൈനയും തമ്മിലുള്ള അവരുടെ നയതന്ത്രങ്ങൾ, ഇങ്ങനെ കുറേ ചോദ്യങ്ങൾ നമ്മൾ ചോദിച്ചാൽ തന്നെ മോസ്റ്റ് രണ്ട് ഇൻട്രസ്റ്റിംഗ് ഇസ് തായ്വാൻ. യു ആസ് തായ്വാൻ. തായ്വാൻ ആ തായ്വാൻ തായ്വാൻ. ഈ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അല്ല പക്ഷെ ഇതിനകത്ത് ഭയങ്കര നമ്മൾ ക്ലബ് ഹൗസിൽ നമ്മുടെ സ്ഥിരം AI പറ്റിയൊക്കെ നല്ല ധാരണയുള്ള മുമ്പും അദ്ദേഹം സംസാരിക്കുന്നത് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. സുജിത് KS വന്നിട്ടുണ്ട്. ഞാൻ അങ്ങോട്ട് അദ്ദേഹത്തിലേക്ക് പോവുകയാണ്. സുജിത്, നമസ്കാരം കൈപ്പള്ളി. നമസ്കാരം. നല്ലൊരു ഇനിഷ്യേറ്റീവ് ആണല്ലോ. നമ്മളിപ്പോൾ ലൈവാണ്. നമ്മൾ ക്ലബ് ഹൗസിലും യൂട്യൂബിലും തത്സമയം ലൈവാണ്, വിത്തൗട്ട് എനി ലാഗ് ആൻഡ് ഡിലേ, വിച്ച് ഹസ് ബീൻ ഇത് AI സോൾവ് ചെയ്യാൻ പറ്റാത്ത ഒരു പ്രശ്നമായിരുന്നു. ഞാനത് മനുഷ്യനായിട്ട് തന്നെ പച്ചക്കിരുന്ന് കുറേ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഇത് സോൾവ് ചെയ്തു. ഡിലേ ഇല്ല, എക്കോ ഇല്ല, ഫീഡ്ബാക്ക് ഇല്ല. ആൻഡ് ഐ എം റിയലി പ്രൗഡ് ഓഫ് അച്ചീവിങ് ദിസ്. സോ പ്ലീസ്, ഐ ഡിസേർവ് സം അപ്ലോസ് മൈ സെൽഫ്. എന്നെ തന്നെ ഞാൻ ഒന്ന് അപ്ലോഡ് ചെയ്തോട്ടെ. ഹാറ്റ്സ് ഓഫ് ടു താങ്ക് യു. ഞാൻ പെട്ടെന്ന് ഒന്ന് രണ്ട് കാര്യങ്ങൾ വന്നോട്ടെ. ഞാൻ ആക്ച്വലി ഇപ്പോ ഓപ്പൺ എ അല്ല, ഹഗ്ഗിംഗ് ഫേസ് ഓപ്പൺ R1 എന്ന് പറഞ്ഞിട്ടൊരു ഇനിഷ്യേറ്റീവ് സ്റ്റാർട്ട് ചെയ്തിരുന്നു. കഴിഞ്ഞ ഈ വീക്കെൻഡിലാണ് സ്റ്റാർട്ട് ചെയ്തത്. But Hugging Face is old, right? Sorry, it's quite old, right? Almost 4. ഹഗ്ഗിംഗ് ഫേസ് കമ്പനി ഓൾഡ് ആണ്. പക്ഷെ ഹഗ്ഗിംഗ് ഫേസ് ഇപ്പോ ഡീപ് സീക്ക് അവരുടെ റിസൾട്ട്സ് കഴിഞ്ഞ ആഴ്ചയാണ് പബ്ലിഷ് ചെയ്തപ്പോ AI കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഒരുപാട് ഇത് വന്നു, അപ്ലോഡ്സ് വന്നു. ഇമ്മീഡിയറ്റ്ലി അതിന്റെ ഓപ്പൺ സോഴ്സ് വേർഷൻ ഒരു ഡ്യൂപ്ലിക്കേഷൻ അതേ എഫേർട്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഹഗ്ഗിംഗ് ഫേസ് ഒരു GitHub റിപ്പോ സ്റ്റാർട്ട് ചെയ്തു. എന്നിട്ട് ഓപ്പൺ സോഴ്സ് കോൺട്രിബ്യൂട്ടേഴ്സിനെ എല്ലാം ഇൻവൈറ്റ് ചെയ്തിരുന്നു. അപ്പൊ അതിനകത്ത് ജോയിൻ ചെയ്തിട്ടുണ്ട് ഞാനും, ചെറുതായിട്ടൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോ ഞാൻ ഇതിനകത്ത് പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം, എന്താണ് ഡീപ് സീക്ക് വരുത്തിയ ചേഞ്ച്? പലർക്കും ഇതൊരു പുകമറ പോലെയാണ്. എന്താണ് ഡീപ് സീക്ക് ചൈന എന്തോ ചെയ്തു, ചൈനയിൽ എന്തോ പ്രത്യേകിച്ച് ഉണ്ടാക്കി എന്ന ഒരു പെർസെപ്ഷൻ ആണ് പലർക്കും ഉണ്ടാവുന്നത്. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് അങ്ങനെ ഒരു കാര്യമേ ഇല്ല. ഈ ഡീപ് സീക്ക് എന്ന പ്രൊഡക്റ്റ് ഉണ്ടാവുന്നതിന് ചൈനീസ് ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് പ്രത്യേകിച്ച് അവരെന്തെങ്കിലും ചെയ്തിട്ടുണ്ട് എന്ന് പ്രത്യക്ഷത്തിൽ നമുക്കൊന്നും കാണാനില്ല. ഇതിനുള്ള റീസൺ, ഡീപ് സീക്ക് ശരിക്കും ഫോം ചെയ്തപ്പോൾ തൊട്ട് അവരുടെ എല്ലാ കോൺട്രിബ്യൂഷനും ഓപ്പൺ സോഴ്സ് ആണ്. ഗിറ്റ്ഹബിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഡീപ് സീക്കിന്റെ ആദ്യത്തെ മോഡൽ തൊട്ടുള്ള ഇതുവരെയുള്ള മോഡലുകളുടെ എല്ലാം തന്നെ റിപ്പോർട്ട്സ്, അവര് ചെയ്യുന്ന ആക്ടിവിറ്റീസ്, അവർ ഡോക്യുമെന്റേഷൻ, സാധാരണ ഒരു ഓപ്പൺ സോഴ്സ് എങ്ങനെയാണോ ഓപ്പൺ സോഴ്സിൽ വർക്ക് ചെയ്യുന്ന ഒരു കോൺട്രിബ്യൂഷൻ, ഒരു ഓർഗനൈസേഷൻ വർക്ക് ചെയ്യുന്നത്, അതിന്റെ എല്ലാ സ്റ്റാൻഡേർഡ്സും അഡോപ്റ്റ് ചെയ്തിട്ടാണ് അവർ വർക്ക് ചെയ്തിട്ടുള്ളത്. അവരുടെ പഴയ മോഡലുകളൊക്കെ തന്നെ, ഒരു വർഷം മുൻപ് പബ്ലിഷ് ചെയ്തിട്ടുള്ള മോഡലുകളൊക്കെ തന്നെ ഹഗ്ഗിംഗ് ഫേസിൽ നമുക്ക് കിട്ടുകയും ചെയ്യും എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവർ വരുത്തിയിട്ടുള്ളത് മെയിൻ ആയിട്ട് 3 കാര്യങ്ങളാണ് ഇവർ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ളത് ബാക്കിയുള്ള കമ്പനികളെ അപേക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ. ഈ നമ്മുടെ ഈ LLM ലാർജ് ലാംഗ്വേജ് മോഡൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നതിനകത്ത് പല ആർക്കിടെക്ചേഴ്സ് ഉണ്ട്. ട്രാൻസ്ഫോർമർ മോഡലുകളുടെ സ്ട്രക്ചറിൽ ഒരു മെയിൻ ചേഞ്ച് ഉണ്ടാക്കിയിട്ട് ChatGPT വന്നപ്പോൾ അവർ കൊണ്ടുവന്നൊരു അപ്രോച്ച് ആയിരുന്നു MOE എന്ന് നമ്മൾ വിളിക്കുന്ന ഒരു അപ്രോച്ച്, മിക്സ്ചർ ഓഫ് എക്സ്പേർട്സ് എന്ന് പറയും. ഈ മിക്സ്ചർ ഓഫ് എക്സ്പേർട്സിനെ വളരെ എഫക്റ്റീവ് ആയിട്ട് വളരെ നല്ല രീതിയിൽ ഡീപ് സീക്കിന് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റി. 61 എക്സ്പേർട്സിന്റെ ഒരു മിക്സ്ചർ ആണ് ടോക്കൺ ജനറേഷനെ കൺട്രോൾ ചെയ്യുന്നത്. അതായത് ഒരു വാക്ക് ഉണ്ടാക്കി അടുത്ത വാക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെ എന്നുള്ള ഡിസൈഡ് ചെയ്യുന്നത് 61 എക്സ്പേർട്സ് ആണ്. അതിൽ ഏതെങ്കിലും ഒരു എക്സ്പേർട്ട് ആയിരിക്കും ഒരു കോണ്ടെക്സ്റ്റിനനുസരിച്ചിട്ടുള്ള അടുത്ത വാക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ മനസ്സിലാക്കേണ്ടത്, ഈ നിങ്ങൾ എന്തൊരു ചോദ്യം ചോദിച്ചാലും അതിനുള്ള ആൻസർ കിട്ടുമ്പോൾ ആ ആൻസർ പല പല വാക്കുകളായിട്ടാണ് ഉണ്ടാക്കപ്പെടുന്നത്. ഇതിനകത്ത് ഇവർ വരുത്തിയിട്ടുള്ള ഒരു മേജർ അടുത്ത ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരുടെ ട്രെയിനിങ് ഡാറ്റാ സെറ്റിൽ SFTക്ക്, അതായത് സൂപ്പർവൈസ്ഡ് ഫൈൻ ട്യൂണിങ് ഇനീഷ്യലി അപ്ലൈ ചെയ്യുമ്പോൾ അതിനകത്ത് 600,000 6 ലക്ഷം നല്ല ക്വാളിറ്റി ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ഇവർക്ക് ഡാറ്റാ സെറ്റ് ആയിട്ടുണ്ട്. അതിനവര് വേറൊരു മോഡലാണ് ഉപയോഗിച്ചത്. ഈ മോഡൽ ഉപയോഗിച്ചുണ്ടാക്കുന്ന ആർട്ടിഫിഷ്യലി ഉണ്ടാക്കുന്ന ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ് ഉപയോഗിച്ചിട്ട് ഇതിനെ സൂപ്പർ ഫൈൻ ട്യൂൺ ചെയ്തെടുത്തതിന്റെ ഒരു ക്വാളിറ്റി അവർക്ക് ഉണ്ട് ഈ മറ്റേ റീസണിങ്ങിനകത്ത്. ഇനി ഇവര് ഒരു ചേഞ്ച് എന്ന് വെച്ചാൽ ഇവരുടെ പോളിസി ഒപ്റ്റിമൈസേഷൻ. ഇപ്പൊ ഇവിടെ പലരും പറയുന്ന കേട്ടു ആദ്യം ആൻസർ വരും പിന്നെ അത് ഇല്ലാതെ ആയിത്തീരും എന്ന് പറയുന്നു.
അത് ഈ പോളിസി ഒപ്റ്റിമൈസേഷന്റെ ഭാഗമായിട്ട് അവർ അപ്ലൈ ചെയ്യുന്ന ഒരു പരിപാടിയാണ്. GRPO എന്ന് പറയും. അപ്പോൾ ഇവിടെ നടക്കുന്നത്, നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ആ ക്വസ്റ്റിന്റെ ആദ്യത്തെ ആൻസർ ആദ്യത്തെ വാക്കുണ്ടാക്കി അടുത്ത വാക്കുണ്ടാക്കി ഇങ്ങനെ വരുമ്പോൾ ഓരോ വാക്കുണ്ടാക്കുമ്പോഴും ഒരു ചെയിൻ ഓഫ് തോട്ട് കൺസെപ്റ്റ് അപ്ലൈ ചെയ്യും. ഇത് ശരിയാണോ, ഈ വാക്കുകൾ ഉണ്ടാവുന്നത് കറക്റ്റ് ആയിട്ടാണോ, ഇത് പോളിസിക്ക് അനുസരിച്ചിട്ടാണോ, പോളിസിക്ക് അനുസരിച്ചിട്ടല്ല എന്നുണ്ടെങ്കിൽ അവന് അപ്പൊ തന്നെ അതിനെ ആ ജനറേറ്റ് ചെയ്തതിനെ മൊത്തം അങ്ങ് മാറ്റിക്കളയും. അതാണ് ഇവിടെ നടക്കുന്നത്. നിങ്ങളിപ്പോ ചൈന വാറിനെ കുറിച്ചോ ടിയാനൻ സ്ക്വയർ ഇൻസിഡന്റിനെ കുറിച്ചോ ഒക്കെ ചോദിച്ചു കഴിയുമ്പോൾ നാച്ചുറലി അവന്റെ നോളേജിൽ നിന്നുള്ള ടോക്കണുകൾ എടുത്തിട്ട് ആ ടോക്കണുകൾ പേസ്റ്റ് ചെയ്ത് വരും. പക്ഷെ ഓരോ തവണ വരുമ്പോഴും ചെയിൻ ഓഫ് തോട്ട് അപ്ലൈ ചെയ്തിട്ട് ഇത് കറക്റ്റ് ആണോ എന്ന് വെരിഫിക്കേഷൻ കൂടി ചെയ്യും. ഈ വെരിഫിക്കേഷനിൽ അവർ അപ്ലൈ ചെയ്തിട്ടുള്ള പോളിസി പ്രകാരം എന്ത് ചെയ്യുന്നു, ചൈനീസ് ഗവൺമെന്റിനെതിരെയുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആണ് എന്നൊരു ഇന്റർപ്രിട്ടേഷൻ വന്നു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി ആ ആൻസർ തിരിച്ചു പോകും. ഇതൊരു വെബ് സോക്കറ്റ് വഴി നിങ്ങളുടെ ബ്രൗസറിൽ കണ്ടിന്യൂസ്ലി കണക്റ്റഡ് ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് അത് കാണാൻ പറ്റുന്നത്, ഇങ്ങനെ ലൈവായിട്ട് കാണാൻ പറ്റുന്നത്, വന്ന് പോകുന്നത് കാണാൻ പറ്റുന്നത്. ഇനി ഇവർ കോസ്റ്റ് കുറച്ചു എന്ന് പറയുന്നതിനകത്ത് ഭയങ്കരമായിട്ട് പുകമറയുണ്ട്. ഇപ്പോഴും ഫ്രം എ ടെക്നിക്കൽ പോയിന്റ് ഓഫ് വ്യൂ ഞങ്ങളടക്കമുള്ളവർക്ക് കംപ്ലീറ്റ്ലി ട്രസ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ് ഇവര് പറയുന്ന 6 മില്യൺ ഇവര് പറയുന്ന കോസ്റ്റ്. ട്രെയിനിങ് ചെയ്യാൻ. അല്ല, ഇതിന് വേറൊരു കാര്യം കൂടി അതെ, ഉണ്ട്. ഞാനിത് മുൻപ് പറഞ്ഞിട്ടുള്ളതാണ് സുജിത്ത്. ഒരു അതായത് പോയിന്റ് കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്താം. യാ ഒറ്റ പോയിന്റ് പറഞ്ഞിട്ട് ഞാൻ നിർത്താം. ഗോ ഇവർ ഹെഡ് അപ്ലൈ ചെയ്തിട്ടുള്ള ടെക്നിക്ക് ക്വാണ്ടൈസേഷൻ എന്ന് നമ്മൾ വിളിക്കുന്ന ഒരു ടെക്നിക്കാണ് ഇവർ അപ്ലൈ ചെയ്തിട്ടുള്ളത്. ഇപ്പൊ 32 ബിറ്റ് നമ്പർ ഉപയോഗിച്ചിട്ടുള്ള വെക്ടേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ ഇത് എപ്പോഴും പ്രോസസ് ചെയ്യുക. 32 ബിറ്റ് നമ്പർ ഉണ്ടെങ്കിൽ അതിനകത്ത് പല നമ്പേഴ്സും 0 ആയിരിക്കും, പല ഡിജിറ്റ്സും 0 ആയിരിക്കും. ഈ സീറോസിനെ വരുന്നതിന്റെ കോമൺ ഏരിയ മൊത്തം മാറ്റി നോൺ സീറോ വരുന്ന വാല്യൂസിനെ മാത്രം സ്ട്രക്ചർ ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ചെറിയൊരു നമ്പർ കിട്ടും. 32 ബിറ്റിന്റെ സ്ഥാനത്ത് അതിനെ ചിലപ്പോൾ കുറച്ച് 8 ബിറ്റോ 16 ബിറ്റോ ആക്കി മാറ്റാൻ പറ്റും. അങ്ങനെ ക്വാണ്ടൈസേഷൻ പ്രോപ്പർ ആയിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ ശരിക്കും നമുക്ക് വേണ്ടി വരുന്ന മെമ്മറി, വേണ്ടി വരുന്ന കമ്പ്യൂട്ട് പവർ ഒക്കെ കുറയ്ക്കാം. ഇത് മെഷീൻ ലേണിംഗിൽ ഉപയോഗിക്കുന്ന ഒരു LLM ഉണ്ടാക്കുന്നതിന് ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ്. ഈ ടെക്നിക്ക് വളരെ എഫക്റ്റീവ് ആയിട്ട് ഇവർ ഉപയോഗിച്ചു എന്നുള്ളതാണ് ഇവരുടെ കമ്പ്യൂട്ട് പവർ കുറയാനുള്ള കാരണം. പക്ഷെ അങ്ങനെ ചെയ്താൽ പോലും ഇവർ പറയുന്ന സ്ട്രക്ചറിനകത്ത് ഇവർ പറയുന്ന കമ്പ്യൂട്ട് പവർ ഉപയോഗിച്ചിട്ട് ഇവർക്ക് ഇത് മോഡൽ ഉണ്ടാക്കാൻ പറ്റുമോ ഇല്ല എന്നുള്ളത് ഇപ്പോഴും ക്ലാരിറ്റി ഇല്ലാത്ത കാര്യമാണ്. ഈ ഹഗിംഗ് ഫേസിന്റെ ഈ ഓപ്പൺ ഇനിഷ്യേറ്റീവ് കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് ക്ലാരിറ്റി വരും എക്സാക്ട്ലി എത്ര കമ്പ്യൂട്ട് വേണ്ടി വന്നു ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്നുള്ളത്. പറഞ്ഞോളൂ. യാ സോ ഇതില് ഈ കോസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും പ്രത്യേകിച്ച് ചൈനയിൽ നിന്നുള്ള ഈ കോസ്റ്റിങ് വരുമ്പോഴൊക്കെ നമ്മൾ ഇന്ത്യയിൽ നിന്ന് വന്നാലും ഈ കോസ്റ്റിങ് വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ അകത്ത് എത്ര സബ്സിഡി ഉണ്ടെന്നും കൂടി ഇവർ പറയില്ല. എത്ര യുനോ ഇലക്ട്രിസിറ്റി അല്ലെന്നുണ്ടെങ്കിൽ ലേബർ, ഇതിനൊക്കെ അവർ എന്തുമാത്രം അവർ സബ്സിഡൈസ് ചെയ്തിട്ടാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് അറിയാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ടാണ് ഇത് ഈ കോസ്റ്റ് കുറവാണ് അതൊരു it's just basically rubbing it in your face and saying that okay we have done it at this cost, so it doesn't have much relevance. But apart from that, ഇവരുടെ ഈ ഡെവലപ്മെൻറ്റിൻ്റെ രീതി ഈ ഡിനോവോ ഡിസൈൻ പോലത്തെ ആർക്കിടെക്ചർ അല്ലെങ്കിൽ അവരുടെ the way they റീഇൻഫോഴ്സ്മെൻറ്റ് ലേണിംഗ് നടത്തുന്നത്, ഇതിലൊക്കെ മാറ്റങ്ങളുണ്ടെന്നാണ് ഞാൻ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്. അതിനെപ്പറ്റിയും കൂടി പറയൂ. I mean, why is it so dramatically different from other systems? Is it, first of all? ഒരു കീ എഫക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ചെയിൻ ഓഫ് തോട്ടിന്റെ റീസണിങ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് പെർഫെക്റ്റ് ആണ്. നമ്മുടെ ഈ റീസണിങ് എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ആൻസർ കൊടുക്കണം, എന്തുകൊണ്ട് ഈ വാക്കുകൾ ചേർത്ത് വെച്ചിട്ടുള്ള ആൻസർ ആണ് ബെറ്റർ മറ്റു വാക്കുകൾ ചേർത്ത് വെച്ച ആൻസറിനേക്കാൾ, അതാണ് ശരിക്കും ഇതിന്റെ ക്വാളിറ്റി തീരുമാനിക്കുന്നത്. ഈ ഒരു എഫക്റ്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഞാൻ കുറച്ചുകൂടെ ടെക്നിക്കലിലോട്ട് പോവാണ്. ഇപ്പൊ ലാർജ് ലാംഗ്വേജ് മോഡലുകളുടെ ഉണ്ടാക്കുന്ന ഒരു അപ്രോച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആദ്യം ഉണ്ടാക്കുന്ന മോഡല് എപ്പോഴും വാക്കുകളുടെ പ്രഡിക്ഷന് വേണ്ടിയിട്ടുള്ള മോഡലായിരിക്കും. ഇപ്പോൾ ബുക്കുകൾ എടുത്തിട്ട് നേരെ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ഒരു മോഡലിന് കൊടുക്കുന്നു. ഈ ബുക്കുകളിലെ വാക്കുകളെ മൊത്തം പഠിച്ച് ആ വാക്കുകൾക്കിടയ്ക്കുള്ള റിലേഷൻഷിപ്പ് പഠിച്ചിട്ട് ഇവര് അടുത്തടുത്ത വാക്കുകളെ പ്രെഡിക്റ്റ് ചെയ്യണം. എങ്ങനെയാണ് വാക്കുകൾ ഉണ്ടാവുന്നതെന്ന് പഠിക്കണം. ഇതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. ഇത് പഠിച്ചു കഴിഞ്ഞാൽ അടുത്തതായിട്ട് പഠിപ്പിക്കുന്നതാണ് ഒരു ക്വസ്റ്റ്യൻ ഒരു ആൻസർ. ഈ ക്വസ്റ്റ്യൻ ഈ ആൻസർ എങ്ങനെ വന്നു എന്നുള്ളത് പഠിക്കണം. ഇത് രണ്ടും പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ പുറത്ത് പഠിക്കുന്ന മൂന്നാമത്തെ സ്റ്റെപ്പാണ് പോളിസി ഒപ്റ്റിമൈസേഷൻ. എന്ത് തരത്തിലുള്ള ആൻസർ വേറെ ഏത് തരത്തിലുള്ള ആൻസറിനേക്കാൾ ബെറ്റർ ആയിരിക്കാം. ഈ 3 സ്റ്റെപ്പും പഠിച്ചു കഴിയുമ്പോഴാണ് ശരിക്കും ഒരു ലാർജ് ലാംഗ്വേജ് മോഡൽ നല്ല മോഡലായി മാറുന്നത്. ഇതില് ഈ 3 സ്റ്റെപ്പിലും ഡീപ് സീക്ക്
ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. അവർ ഇതേ അപ്രോച്ച് തന്നെയാണ് എടുത്തിരിക്കുന്നത്. അവർക്ക് ഈ 3 സ്റ്റെപ്പും ഉണ്ട്. ഈ 3 സ്റ്റെപ്പിലും അവർ ചേഞ്ചസ് വരുത്തി. ആദ്യം പറഞ്ഞ സ്റ്റെപ്പിൽ ടോക്കൺ ജനറേഷന്റെ കാര്യത്തിൽ അവർ മിക്സ്ചർ ഓഫ് എക്സ്പേർട്സിന്റെ 61 ലെയേഴ്സ് ഉള്ള 61 എക്സ്പേർട്സിന്റെ ഒരു ഗ്രൂപ്പ് കൊണ്ടുവന്നു. അവിടെ തന്നെ ഈ മിക്സ്ചർ ഓഫ് എക്സ്പേർട്സ് എല്ലാം ഒരു സമയത്ത് ആക്ടിവേറ്റ് ആവില്ല. ഏതെങ്കിലും ഒരു എക്സ്പേർട്ട് ഒരു സമയത്ത് ആക്ടിവേറ്റ് ആവുള്ളൂ എന്ന രീതിയിലുള്ള കോമ്പിനേഷൻ വന്നു. അപ്പൊ നിങ്ങൾ പലപ്പോഴും ടെക്നിക്കൽ ആർട്ടിക്കിളൊക്കെ വായിക്കുമ്പോൾ കേൾക്കും 617 ബില്യൺ പാരാമീറ്റേഴ്സ് ഉണ്ട്, അതിൽ 37 ബില്യൺ പാരാമീറ്റർ ആക്ടിവേറ്റ് ആവും എന്നൊക്കെ പറയുന്നു. അത് ഈ ഏത് എക്സ്പേർട്ട് ആക്ടിവേറ്റ് ആവുന്നു എന്നതിനെ ഡിപ്പെൻഡ് ചെയ്യും. അത് ശരിക്കും നടക്കുന്ന അതിന്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് വാക്ക്, അടുത്തതായിട്ട് പ്രഡിക്റ്റ് ചെയ്യാൻ പോകുന്ന വാക്ക് ഏതാണ് എന്നുള്ളത് ഇതുവരെ പ്രഡിക്റ്റ് ചെയ്ത എല്ലാ വാക്കുകളെയും ബേസ് ചെയ്ത് തീരുമാനിക്കും. വേണ്ടി വന്നാൽ ഇടയ്ക്കിടയ്ക്ക് അവന് കറക്റ്റ് ചെയ്യാനും പറ്റും ഈ വാക്കുകളെ. ഒരു വാക്കിനെ പ്രഡിക്റ്റ് ചെയ്തതിനു ശേഷം വീണ്ടും തിരിച്ചു വന്ന് അടുത്ത വാക്കിനെ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ കറക്റ്റ് അത് അവിടെ ചേഞ്ച് വരുത്തി. പിന്നെ അടുത്ത ചേഞ്ച് വരുത്തിയത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവരുടെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ആണ്. ഇത് എല്ലാ മോഡലുകളും നല്ല ക്വസ്റ്റ്യന് നല്ല ആൻസർ ജനറേറ്റ് ചെയ്യും. ഇപ്പോൾ സാധാരണ ഓപ്പൺ എ ഒക്കെ ചെയ്യുന്നത് ഇവർ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ആൾക്കാരെ കൊണ്ട് ഉണ്ടാക്കിച്ച് ട്രെയിൻ ചെയ്യിപ്പിക്കും. ഈ ഉണ്ടാക്കിച്ച് ട്രെയിൻ ചെയ്യുമ്പോൾ ശരിക്കും ഈ കൺസെപ്റ്റ് അറിയുന്ന അലൈൻഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ആണ് ഉണ്ടാവുന്നതെങ്കിൽ മോഡലിന്റെ ക്വാളിറ്റി കൂടും. ഇവിടെ ഇവർ ചെയ്തത് ആർട്ടിഫിഷ്യലി ജനറേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് അത് ഉണ്ടാക്കാനായിട്ട് അവരൊരു മോഡൽ ഉപയോഗിച്ചു. ആ മോഡലിന്റെ നെയിംസും ഡീറ്റെയിൽസും ഇപ്പൊ കിട്ടിയിട്ടില്ല, അത് സ്റ്റിൽ നോക്കിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ ആ ഒരു കാര്യം. ജേപ്പ ഒരു ആർക്കിടെക്ചർ ആണ്. ഞാൻ പറഞ്ഞത് ഒരു മോഡലാണ്. ആർക്കിടെക്ചർ ഉപയോഗിച്ച് റൺ ചെയ്യുന്ന മോഡൽ ആയിരിക്കുമോ നമ്മുടെ ഡീപ് സീക്കിന് അൾട്ടിമേറ്റ്ലി അവർ മോഡൽ ചെയ്തിട്ടുള്ളത്? ലിയാൻ ലെക്കൂണിന്റെ അല്ല യാൻ ലെക്കൂൺ ഐജെപെ ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും, ഒരു കസ്റ്റമൈസ്ഡ് വേർഷൻ ആണത്. പക്ഷെ അങ്ങനെയല്ല ഇവരുടെ ഈ വർക്ക് ഡീപ് സീക്കിന്റെ ഇംപ്ലിമെന്റേഷൻ. അവർ ട്രാൻസ്ഫോർമർ സ്ട്രക്ചർ തന്നെയാണ്. ട്രാൻസ്ഫോർമറിന്റെ MOE ഒരു വേർഷനിൽ മിക്സ്ചർ ഓഫ് എക്സ്പേർട്സ് എന്ന് പറയും. മിക്സ്ചർ ഓഫ് എക്സ്പേർട്സ് ആണ് അവർ ഉപയോഗിക്കുന്ന ആർക്കിടെക്ചർ. ഞാൻ പെട്ടെന്ന് ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഇറങ്ങുകയാണ്. 1 മണിക്കൊരു മീറ്റിംഗ് ഉണ്ട് കൈപ്പിള്ളി. സോറി. താങ്ക് യു. നമ്മുടെ റൂം അധിക നേരം നിൽക്കുന്ന ഒരു റൂമല്ല, ഇത് പെട്ടെന്ന് തുടങ്ങിയതാണ്. പക്ഷേ താങ്ക് യു സുജിത്ത്. പറഞ്ഞിട്ട് അവസാനിപ്പിച്ചോളൂ. പിന്നെ അവർ വരുത്തിയ മെയിൻ ആയിട്ടുള്ള ചേഞ്ച് അവരുടെ ഗ്രൂപ്പ് പോളിസി ഒപ്റ്റിമൈസേഷൻ ആണ്. അതായത് നമ്മൾ ഈ ChatGPT നമ്മൾ നോക്കിയെന്ന് വെച്ചാൽ പ്രോക്സിമൽ പോളിസി ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുന്ന ഒരു അപ്രോച്ചാണ് അവർ ഉപയോഗിക്കുന്നത്. അതിന്റെ ഒരു വേരിയന്റ് ഇവർ കൊണ്ടുവന്നു. ഗ്രൂപ്പ് ബേസ്ഡ് ആയിട്ട് ഒരു ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ആയിട്ടുള്ള പോളിസി ഒപ്റ്റിമൈസേഷൻ. അവിടെ ഈ വാക്കുകളുടെ കോമ്പിനേഷൻ ഉണ്ടാവുന്നത് കറക്റ്റ് ആയിട്ടാണോ, ഇത് പോളിസികൾക്ക് ചേർന്നിരിക്കുന്നതാണോ, നമ്മൾ കൊടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സിന്റെ ഗ്രൂപ്പിനകത്ത് കറക്റ്റ് ആയിട്ട് വരുന്നതാണോ എന്ന് വെരിഫൈ ചെയ്യും. അതും ഇവരുടെ റീസണിങ്ങിനെ ഇത് നിങ്ങൾ ജസ്റ്റ് ഒരു MLന്റെ സൂപ്പർവൈസ്ഡ് ലേണിംഗ് എന്ന് പറയുന്ന പോലെ അല്ല. ഇത് പല സ്ട്രക്ചറിലായിട്ട് പല സമയത്തായിട്ട് പല രീതിയിൽ നടക്കുന്ന ലേണിംഗ് ആണ്. അതിനകത്ത് സൂപ്പർവൈസ്ഡ് ഫൈൻ ട്യൂണിംഗ് ഉണ്ട്. സൂപ്പർവൈസ്ഡ് നമ്മളിപ്പോ അൽഗോരിതം എഴുതിയിട്ടിരിക്കുന്ന അൽഗോരിതത്തിനകത്ത് ഡാറ്റ വെച്ചിട്ട് സ്ട്രക്ചർ ചെയ്യുന്നതുകൊണ്ട് പല മോഡലുകളുണ്ട് ഇതിനകത്ത്. ഞാൻ ഒരു ഇതുകൂടെ പറയാം. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇതിന്റെ ആക്ച്വൽ റീസണിങ്ങിലാണ് ഇവരുടെ ഏറ്റവും വലിയ ക്വാളിറ്റി. ആ റീസണിങ് ഉണ്ടായിട്ടുള്ളത് ഇത്രയും രീതിയിലാണ്. പിന്നെ കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടി അവർ കോണ്ടൈസേഷൻ കൊണ്ടുവന്നു. ഈ കോണ്ടൈസേഷൻ നല്ല രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അത്രയാണ് ശരിക്കും ഇവർ ChatGPTയുടെ മോഡലുകളെ ഈ ഡീപ് സീക്കിൽ നിന്ന് വ്യത്യസ്തമാക്കി നിർത്തിയിട്ടുള്ളത്. ഇപ്പൊ നമ്മൾ ഓപ്പൺ സോഴ്സ് നോക്കിയിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് പ്രകാരം. താങ്ക് യു സുജിത്ത്. അതുപോലെ തന്നെ ഈ മുഖം കാണിക്കാത്ത ഒരു പരിപാടിയേക്കാളും മുഖം കാണിച്ചുകൊണ്ടുള്ള സ്റ്റുഡിയോയിൽ വന്നിട്ട് നമ്മുടെ ലൈവ് യൂട്യൂബിൽ തന്നെ സുജിത്തിന് പങ്കെടുക്കാവുന്നതാണ്. ലിങ്ക് ഞാൻ നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ ചാറ്റിൽ മുകളിൽ പിൻ ചെയ്തിട്ടുണ്ട്. പ്ലീസ് ഡു കം അഗെയിൻ. we'll be doing these sort of rooms quite regularly, and this will be focused on ഇങ്ങനത്തെ റൂമുകൾ നമ്മൾ കുറച്ച് ടെക്നോളജി ഇതുപോലുള്ള വിഷയങ്ങൾ ഇതൊക്കെ അഡ്രസ്സ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ക്ലബ് ഹൗസിൽ ഇങ്ങനെയുള്ള വിഷയങ്ങൾ കുറേ നാൾ മുമ്പ് നമ്മൾ നടത്തിയിരുന്നതാണ്. അപ്പോൾ വീണ്ടും അതിനെ കുറച്ചൊന്ന് റീവൈറ്റലൈസ് ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഞാൻ വീണ്ടും ഞാൻ ഒരിക്കലും തിരിച്ച് വരില്ല എന്ന് പറഞ്ഞ് പോയതാണ്. എങ്കിലും വീണ്ടും ഒരു അറ്റംപ്റ്റ് നടത്തി നോക്കിയാണ്. ക്ലബ് ഹൗസിൽ ദർ ഇസ് എ ലോട്ട് ഓഫ് ക്വാളിറ്റി പീപ്പിൾ. ഞാൻ സുജിത്തിൻ്റെ പേരും ഞങ്ങളുടെ പ്രൈവറ്റ് ഡിസ്കഷൻസിൽ ഞങ്ങൾ പറയുകയുണ്ടായി. വിനോദിനൊക്കെ അറിയാം. സുജിത്ത്, അതുപോലെ നജിമോൻ, ഇങ്ങനെയുള്ള വളരെ കേപ്പബിൾ ആയിട്ടുള്ള ഒരുപാട് പേര് ക്ലബ് ഹൗസിൽ ഇപ്പോഴും ഉണ്ട്. അപ്പം നിങ്ങളെല്ലാവരും
വരിക, യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ആൻഡ് യെസ്, ലെറ്റ് us മേക്ക് ദിസ് എ വണ്ടർഫുൾ എക്സ്പീരിയൻസ്. സോ നമ്മുടെ ക്ലബ് ഹൗസിൽ വന്ന ചില ഗസ്റ്റുകൾ ഇവിടെ നമ്മുടെ കൂടെ ഇരിക്കുന്ന ഇജാസിനും വിനോദിനും ഒന്നും ആഡ് ചെയ്യാനില്ലെങ്കിൽ നമ്മൾ ഇതിലേക്ക് പോവുകയാണ്, വിച്ച് ഇസ് ഹഡ്സൺ ഗോമസ്. ആൻഡ് ദെൻ വി ഹാവ് വൺ മോർ പേഴ്സൺ. ഊബർമെൻഷ് നേരത്തെ സംസാരിച്ചതല്ലേ? ഹലോ, കേട്ടില്ല കേട്ടോ, കേൾക്കുന്നില്ല കേട്ടോ. ഓ, സൗണ്ട് വളരെ കുറവാണ്. എനിക്ക് മാത്രമാണോ? അല്ല, ഇല്ല, മറ്റുള്ളവരൊന്നും കൈപ്പള്ളിയുടെ പ്രശ്നമല്ല, കൈപ്സിന്റെ പ്രശ്നമല്ല. അല്ലല്ല. അവിടെ ക്ലബ് ഹൗസിൽ കേട്ടോണ്ടിരിക്കുന്നവർക്ക് ഇദ്ദേഹത്തിന്റെ സൗണ്ട് കേൾക്കാമോ? ഇല്ല, ഭയങ്കര സപ്രസ്ഡ് ആയിട്ടാ ഓക്കെ, സൗണ്ട് അപ്പം വരുന്നത്. നമ്മുടെ കുഴപ്പമില്ല. കേൾക്കുന്നുണ്ടോ? ഐ എം ഇപ്പൊ വെരി കേൾക്കുന്നുണ്ടോ? ഇപ്പം കറക്റ്റ്, ഇപ്പം കറക്റ്റ്. കോൺഷ്യസ്. എപ്പ ഓക്കെ പൊട്ടിയെന്ന് പറയാൻ ഒക്കില്ല. പറ പറ. ഓക്കെ ഓക്കെ. ഇപ്പൊ ഇപ്പൊ കേൾക്കാം. സുജിത്ത് വളരെ പ്രൊഫഷണൽ ആയിട്ട് സംസാരിച്ചതിന് ശേഷം ഇമ്മീഡിയറ്റ് ആയിട്ട് ഞാൻ അൺപ്രൊഫഷണൽ ആയിട്ട് സംസാരിക്കുന്നതിൽ അരോചകത്വം തോന്നരുത്. ഇല്ല ഇല്ല, നമുക്കിതിൽ അറിയേണ്ടത് ഇതിന്റെ ആ അല്ല, ഞാൻ പറഞ്ഞോട്ടെ, ഹഡ്സണിൽ ഞാൻ നിന്ന് പറഞ്ഞോട്ടെ. എനിക്ക് അറിയേണ്ടത് ഈ കമ്മികൾ എന്തുകൊണ്ടാണ് ഇതിനെ താങ്ങി ഇപ്പൊ നടക്കുന്നത്? അതെ അതെ, അതിലോട്ട് കേരളത്തിലെ തന്നെയാണ് കമ്മികൾ വരുന്നത്. അവരെന്തിനാണ് അതിലോട്ട് ഞാൻ പുളകിതരാകുന്നത്? ഈ അതെ കമ്മ്യൂണിസ്റ്റ് ചൈന അതിൽ എന്തെടുത്താലും, കൂടെയാണ് കമ്മ്യൂണിസ്റ്റ് വരുന്നത്. ചൈനയിൽ അതിൽ എപ്പോൾ പിണ്ടം വീണാലും നമ്മുടെ കേരളത്തിലുള്ള ഒരു പണിയും ഒരു കൂലിയും ഒരു ജോലിയും ഇല്ലാത്ത അലവലാതി കമ്മികൾ എന്തിനാണ് ഇതും താങ്ങി ഈ ചാണകവും താങ്ങി നടക്കുന്നത് അതെ എന്നാണ് അതെ എനിക്ക് ഹഡ്സനോട് ചോദിക്കാനുള്ളത്. പറയൂ. അതെ അതെ. ഞാൻ അന്തംഗമ്മികളെ സപ്പോർട്ട് ചെയ്യുന്നതല്ല, പക്ഷെ സുജിത്തിൻ്റെത് ഒരു എക്സ്ട്രീം എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു കമ്മി നിലപാട് പോലെ തോന്നി. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഒരു വളഞ്ഞ വഴിയിലൂടെ ഇപ്പൊ അദ്ദേഹം പറഞ്ഞത് ഇപ്പൊ പലതും ഒരു സാധാരണക്കാരൻ എന്നുള്ള രീതി, ഞാനൊരു പ്രൊഫഷണൽ അല്ല, നമ്മൾ ഈ ഏരിയയുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ വർക്ക് ചെയ്യുന്ന ഒരാളെന്നുള്ള രീതിയിലുള്ള ഒരു ഇതേ ഉള്ളൂ. അപ്പോഴ് ഇത് സുജിത്ത് പറഞ്ഞത് ഒരു കോപ്പി, ഈ ഡീപ് സീക്ക് എന്ന് പറഞ്ഞാൽ ഒരു കോപ്പി ആണെന്നുള്ള ലെവലിലാണ് അദ്ദേഹം ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞത്. ഇതൊരു കോപ്പി ആണെന്നുള്ള ലെവലിൽ എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. പക്ഷെ ഇതില് അദ്ദേഹം അത് ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞതുമില്ല. ഇത് കോപ്പി അങ്ങനെ അല്ലേ പറഞ്ഞില്ലല്ലോ. എന്ന്. അങ്ങനെ പറഞ്ഞോ? കോപ്പിയാണെന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെ എക്സിസ്റ്റിംഗ് ഇൻഡയറക്റ്റ് ടെക്നോളജീസ് ആയിട്ട് അങ്ങനെയായിട്ട് പറഞ്ഞായിട്ടാണ് അല്ലല്ല, എനിക്ക് നമ്മൾ തോന്നുന്നത്. പറഞ്ഞത് ഇതിൽ ഈ ഓപ്പൺ സോഴ്സ് അല്ല, ഞാൻ പറഞ്ഞു ടെക്നോളജീസ് തീർന്നോട്ടെ, ഒരുപാടുണ്ട്. ഞാൻ പറഞ്ഞു തീർന്നോട്ടെ, അതാ അദ്ദേഹം ഞാൻ പറഞ്ഞത്. പറഞ്ഞു തീർന്നോട്ടെ. ഓക്കെ. ഓക്കെ, അദ്ദേഹം പറഞ്ഞത് ഞാൻ മനസ്സിലാക്കിയതാണ് ഞാൻ പറയുന്നത്. അദ്ദേഹം പറഞ്ഞത് ഇതൊരു കോപ്പിയാണ്, ഇതില് പ്രത്യേകിച്ചൊന്നുമില്ല, ഇത് 32 ബൈറ്റ് 16 ബൈറ്റ് ഒക്കെ കൊണ്ടുവന്ന കാര്യം തന്നെ എനിക്ക് മനസ്സിലാകുന്നില്ല. പിന്നെ എന്നുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതില് സുജിത്ത് പറഞ്ഞതിലുള്ള 32 ഞാൻ അത് വിട്ടുപോയി. അത് ക്വാണ്ടൈസേഷനെ പറ്റി പുള്ളി പറഞ്ഞാണ്. ഓക്കെ, പറഞ്ഞോളൂ. ഓക്കെ ഓക്കെ. ഇതിൽ 32 ബൈറ്റും 16 ബൈറ്റും ഒക്കെ കൊണ്ടുവന്ന കാര്യം തന്നെ എനിക്ക് മനസ്സിലായില്ല. അങ്ങനെ പറഞ്ഞില്ല. ഒരുപക്ഷെ ഞാൻ പ്രൊഫഷണൽ ക്വാണ്ടൈസേഷന്റെ കാര്യമാണ് പറഞ്ഞത്. ഒരു പക്ഷേ ഞാൻ പ്രൊഫഷണൽ അല്ലാത്തതുകൊണ്ടായിരിക്കും അത് അത് മനസ്സിലായത്. അതുകൊണ്ട് തന്നെയാണ് കേട്ടോ, എനിക്കും അങ്ങനെയാണ് തോന്നുന്നത്. അതുകൊണ്ടായിരിക്കും അത് ഞാൻ വിട്ടേക്കും. ഒരു സാധാരണക്കാരന് മനസ്സിലാകാത്ത കാര്യമായി. അല്ല, പുള്ളി പറഞ്ഞത് ഇത് എക്സിസ്റ്റിംഗ് ഓപ്പൺ അല്ല, ഞാൻ സോഴ്സ് ടെക്നോളജി വെച്ചുണ്ടാക്കിയതാണ്. അല്ല, നമ്മൾ ഞാനത് ഈ പറഞ്ഞു ലോകം തീർത്തോട്ടെ, ഇപ്പൊ ഞാനത് പറഞ്ഞു ഭയക്കുന്നതിന്റെ തീർത്തോട്ടെ. മെയിൻ റീസൺ വെച്ചാൽ ഇത്ര ചീപ്പായിട്ട് ഇത് ഉണ്ടാക്കിയെന്നോ അല്ല, ഞാൻ ഉള്ളതാണ്. പറഞ്ഞു തീർത്തോട്ടെ. പറ. ഇത്ര ചീപ്പായിട്ട് അത് തന്നെയാണ്. അതാണല്ലോ അവിടെ ഞാൻ ഉദ്ദേശിച്ചത്. അത് കോപ്പി ആണെന്ന് അദ്ദേഹം പറയുന്ന കാര്യം എന്നുള്ളത് ഉദ്ദേശിച്ചാണ് ഞാൻ പറയുന്നത്. ഈ പിന്നെ എന്നുള്ളത് ഇവിടെ ഇപ്പൊ ഇത് സുജിത്ത് മാത്രമല്ല പലരും പറയുന്നത് ഇതിലുള്ള സെൻസർഷിപ്പാണ്. ഇതിപ്പോ ഞാനും അത് ആദ്യം ഇതിനെ വീക്ഷിച്ചത് ഒരു സെൻസർഷിപ്പിലുള്ള പ്രോബ്ലം തന്നെയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൈനയ്ക്ക് അഗേൻസ്റ്റ് ആയിട്ടുള്ള ഒരു ചോദ്യത്തിനും അവർക്ക് അവരുടേതായിട്ടുള്ള ഞാൻ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആയിട്ട് കണക്കാക്കണ്ട, ഞാൻ ചോദിക്കുന്ന പൊളിറ്റിക്കൽ ക്വസ്റ്റ്യൻ ആയിട്ട് ആണെങ്കിലോ അല്ലെങ്കിൽ എൻ്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ടോ കണക്കാക്കാം. മനസ്സിലായി. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പറയുമ്പോഴത്തേക്ക് ഇത് എന്താണ്, ഇത് ഒരു പൊളിറ്റിക്കലായിട്ടുള്ള ഒരു നിലപാടുള്ള ഒരു രാഷ്ട്രമാണ് ചൈന എന്നുള്ളത് വിലയിരുത്താൻ പറ്റുന്ന ഒരു സന്ദർഭമല്ലേ. പൊളിറ്റിക്കൽ നിലപാടാണത്. എന്ന് പറഞ്ഞാൽ അവർക്ക് അവരുടേതായിട്ടുള്ള നിലപാടുണ്ട്. ആ നിലപാട് അവര് പ്രൊട്ടക്ട് ചെയ്യുന്നതിൽ തെറ്റില്ലല്ലോ എന്നുള്ളത് തെറ്റില്ല, ഒട്ടും തെറ്റില്ല. മറ്റൊരു വിഷയമാണ്. കാരണം ഇത് എന്നുള്ളൊരു മറ്റൊരു വിഷയമാണ്. ഞാനൊന്ന് പറഞ്ഞോട്ടെ. അതായത് ഞാൻ ഏതൊരു സാങ്കേതിക വിദ്യയും സ്റ്റേറ്റ്മെന്റ് തദ്ദേശീയമായിട്ട് മനസ്സിലായി. ഏതൊരു സാങ്കേതിക വിദ്യയും തദ്ദേശികമായിട്ട് തന്നെ, അതായത് സ്വയം പര്യാപ്തത നേടണമെന്നുള്ളത്
അത്യാവശ്യമാണ്. പ്രത്യേകിച്ചും ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പോലുള്ള വളരെ ഹൈലി പൊട്ടൻഷ്യൽ എന്ന് വെച്ചാൽ ഹൈ പൊട്ടൻഷ്യൽ ഉള്ള ഒരു ടെക്നോളജി. അപ്പം ഞാൻ ഈ നമ്മുടെ ഈ സെഷൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ആ സമയത്ത് തന്നെ ഒരു കാര്യം എടുത്ത് പറഞ്ഞായിരുന്നു. ഒരു മോളിക്യൂൾ ഡിസൈൻ ചെയ്യുന്നതിന് ചെക്സ് ആൻഡ് ബാലൻസ് ഒന്നും ഇല്ലാതെ, യാതൊരു വിധത്തിലുള്ള നിയന്ത്രണവും ഇല്ലാതെ അതങ്ങ് ഡിസൈൻ ചെയ്ത് ഇങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞാൽ 10-20 സ്റ്റെപ്പ് എനിക്ക് തന്നു. അപ്പോൾ അതങ്ങനെ ഇജാസ് ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. നമ്മൾ സയൻസ് ബ്രിഗേഡിൽ അതെ 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 അതെ. ഞാൻ ഇവിടെ പറഞ്ഞ ക്ലബ് ഹൗസ് കേൾക്കോ? കേൾക്കും ഇത് കേൾക്കാം. അതിലൂടെ പോകും. ഓക്കെ, ഫൈൻ ഫൈൻ. ഇത് ഫുൾ ഡ്യൂപ്ലെക്സ് വി ഹാവ് ലൈക്ക് അച്ചീവ്ഡ് അത് ഭയങ്കര ഒരു സ്ട്രീമിംഗ് സംഭവമായിട്ടാണ് സിംഗുലാരിറ്റി. സ്ട്രീമിംഗ് സിംഗുലാരിറ്റി നമ്മൾ ഓക്കെ. നേടിയിരിക്കുകയാണ്. അതായത് ഇവിടുന്നും അങ്ങോട്ടും പോകും, അവിടുന്ന് ഇങ്ങോട്ടും വരും. ഫുൾ ഭയങ്കര സംഭവമാണ്. അല്ല, ഞാൻ പറഞ്ഞു വന്നത്, അപ്പോൾ ഈ വിധത്തിലുള്ള ഒരു നിയന്ത്രണം സെൻസർഷിപ്പ് എന്നല്ല അതിന് പറയേണ്ടത്. കാരണം ജനദ്രോഹപരമായിട്ടുള്ള കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ അത് തുറന്ന് പറയുമ്പോൾ അതിനൊരു കൺസേൺ ഉണ്ട്. അത് ആവശ്യമാണ്, അങ്ങനെ ഒരു നിയന്ത്രണം ആവശ്യമാണ്. മറിച്ച് ഈ രാഷ്ട്രീയപരമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുക, അല്ലെങ്കിൽ ജനദ്രോഹപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ചൈനയുടെ ചരിത്രത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ അത് പറയുന്നില്ല. അപ്പം ഇതുപോലുള്ള ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സിസ്റ്റം, ഇതുപോലുള്ള ഇതിന് AI എന്ന് പൂർണ്ണമായിട്ട് പറയാൻ പറ്റില്ല എങ്കിലും ഒരു LLM സിസ്റ്റം എന്തുകൊണ്ട് ഇന്ത്യക്ക് ഇതുവരെ ഉണ്ടാക്കാൻ പറ്റിയില്ല എന്നൊരു ചോദ്യം പലരുടെയും മനസ്സിലുണ്ട്. അവർ ചൈന ഉണ്ടാക്കട്ടെ, നമ്മൾ എന്തുകൊണ്ട് ചെയ്യുന്നില്ല? നമ്മൾ വേർ ഇസ് ദ റിസോഴ്സസ്? ഇപ്പോൾ ചൈനയ്ക്ക് ഈ ചിലവ് ചുരുക്കി അവർക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത് പ്രോബബ്ലി ശരിയായിരിക്കാം. ചിലപ്പോൾ അവർക്ക് അതൊരു സബ്സിഡി ഉണ്ടായിരിക്കാം. ഇലക്ട്രിസിറ്റിക്ക് സബ്സിഡി കാണും. ഇതിന് കറണ്ടാണല്ലോ അത്യാവശ്യം വേണ്ടത്. പിന്നെ പ്രോസസ്സേഴ്സും ഇതെല്ലാം അവർക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന സാധനമാണ്. നമുക്ക് പ്രോസസ്സർ ഉണ്ടാക്കാൻ ഇപ്പോഴും പറ്റിയിട്ടില്ലെന്നാണ് എൻ്റെ അറിവ്. നമുക്ക് ആപ്പാടെ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ചൈനയിൽ നിന്ന് സാധനം വാങ്ങിച്ചിട്ട് നമുക്ക് അസംബിൾ ചെയ്യാം. മനസ്സിലായി? അതെ, അത് നമുക്ക് കുഴപ്പമില്ല. നമ്മൾ കെറിയിച്ചിട്ട് കാര്യമില്ലല്ലോ. അവന്മാരത് ചെയ്ത്, മനസ്സിലായില്ലേ? നമ്മൾ അതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. നമ്മളിങ്ങനെ നോക്കി കരഞ്ഞോണ്ടിരുന്നിട്ട് കാര്യമില്ല. ഒരു കാര്യം ഞാൻ പറയാം. നമ്മുടെ ദാറ്റ് ഇസ് ക്ലിയർ. അവരുടെ പോളിസി അവരുടെ ജൂറിസ്ഡിക്ഷനിൽ വരുന്നതാണ് എന്ത് പോളിസി ചെയ്യണം. അവർ ഇപ്പം അവിടെ ഇരുന്നുകൊണ്ട് ഇപ്പം നിങ്ങൾക്ക് പല കാര്യങ്ങളും ചോദിക്കാം. ചൈനയുടെ ഡേറ്റ എന്ന് വെച്ചാൽ ലോകത്തെ എല്ലാവരുടെയും നമ്മുടെ അണ്ടർവെയറിൻ്റെ സൈസിൻ്റെ അളവ് വരെ ചൈനയുടെ ഇരിക്കുകയാണ്. മനസ്സിലായില്ല? അതുകൊണ്ട് നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു എന്നൊക്കെ ഉള്ള അവർക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പം നമ്മളുടെ പ്രൈവസിയും ഇപ്പോൾ അവിടെ ഇരിക്കുകയാണ്. ഞാൻ ഒരു കാര്യം പറയാൻ വന്നത് നേരത്തെ ആയിട്ട് അതുകൊണ്ട് ഇജാസ് വൺ സെക്കൻഡ്, അതുകൊണ്ട് ഇത് നമ്മളുടെയും കൂടി കാര്യമാണ്. അവർ പോളിസി ഇംപ്ലിമെന്റ് ചെയ്താൽ നമ്മുടെ ഡേറ്റ വെച്ചാണ് അവർ പോളിസി ഇംപ്ലിമെന്റ് ചെയ്യണം. നമ്മുടെ ഡേറ്റ നമ്മുടെ ആണല്ലോ. അപ്പോൾ ഇജാസിന് പറയാനുള്ളത് പെട്ടെന്ന് ക്ലോസ് ചെയ്യൂ. ഐ വിൽ ബി ഷട്ടിംഗ് ഡൗൺ ദി റൂം. നമ്മൾ 1 മണിക്കൂർ 22 മിനിറ്റായി. 52 പേര് ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ് യൂട്യൂബിൽ. നമ്മൾ പുതുമുഖമാണ് എങ്കിലും ക്ലബ് ഹൗസിൽ ആവശ്യം പോലെ ജനങ്ങൾ കാണുന്നുണ്ട്. നിങ്ങളെല്ലാവരും തന്നെ യൂട്യൂബിൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യണം. ആൻഡ് ഐ ഹോപ്പ് ദറ്റ് യു വിൽ ഓൾസോ കം ഹിയർ. ഇവിടെ വന്നിരുന്ന് നമുക്ക് സംസാരിക്കാം, മുഖാമുഖം സംസാരിക്കാം. ഇജാസ് പറഞ്ഞു. ഇതിനകത്ത് ഒരു പോയിന്റ് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ചൈനയ്ക്കകത്ത് ലോക്കലായിട്ട് റൺ ചെയ്യുന്ന പല ആപ്പുകളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവര് ലോക്കലായിട്ട് ഉപയോഗിക്കുന്നത്. പക്ഷെ ചൈന ലോകത്തിന് മുന്നോട്ട് വെക്കുന്ന, അതായത് ചൈനയുടെ ആയിട്ടുള്ള ഒരു ഓപ്പൺ AI ആണ് ഈ സംഭവം. അപ്പൊ ഈ ഓപ്പൺ AIക്ക് ഇതുപോലെ ലിമിറ്റേഷൻ ഓപ്പൺ AI എന്ന് പറയുന്നത് തന്നെ അതൊരു ഫുൾ ഫ്രീഡം ആണ്. നമ്മൾ എന്ത് ചോദിച്ചാലും നമുക്ക് വിത്തിൻ ദ റെഗുലേഷൻസ് നമുക്ക് ഡാറ്റാസ് എല്ലാം പ്രൊവൈഡ് ചെയ്യുക എന്നുള്ള ഐഡിയയിലാണ് ഈ ഓപ്പൺ AI, ഈ വിക്കിപീഡിയ പോലെയൊക്കെയുള്ള സംഭവങ്ങളുള്ളത്. പക്ഷെ ഈ ആപ്പിനകത്ത് നമുക്ക് ഞാൻ ഇപ്പൊ കുറച്ചു മുമ്പ് സെർച്ച് ചെയ്തുള്ളൂ. അതിന് അരുണാചൽ പ്രദേശിനെ പറ്റി നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അത് ആൻസർ തരത്തില്ല. സേ സംതിങ് അബൌട്ട് അരുണാചൽ പ്രദേശ് എന്ന് പറഞ്ഞാൽ ആൻസർ തരത്തില്ല. സെയിം സാധനം ജെമിനി അഡ്വാൻസിൽ അവർ ചോദിച്ചാൽ ആൻസർ തരും. അപ്പോ ഇത്രയും റെസ്ട്രിക്റ്റീവ് ആയിട്ടുള്ള ഒരു സംഭവം ഒരു ഓപ്പൺ AI ആയിട്ട് ഇറക്കുമ്പോൾ അതിനകത്ത് എന്നെ സംബന്ധിച്ചിടത്തോളം ഇറ്റ്സ് നോട്ട് an ഓപ്പൺ AI. ഇറ്റ് ഷുഡ് ബി ലൈക്ക് അത് ചൈനക്കാർക്ക് മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ കൊടുക്കുന്നതായിരിക്കും
എപ്പോഴും നല്ലത്. പിന്നെ വേറൊരു സംഭവം എന്ന് വെച്ചാൽ ഇതിനകത്ത് എനിക്ക് വളരെ ട്രിക്കി ആയിട്ട് തോന്നുന്ന ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സപ്പോസ് ഇസ്രായേൽ ഇതേപോലെ ഒരു ഓപ്പൺ AI ലോഞ്ച് ചെയ്തിട്ട് പാലസ്തീനെ പറ്റിയിട്ട് നമ്മൾ ചോദിക്കുമ്പോൾ അതിനെ സെൻസർ ചെയ്യാൻ ആണെങ്കിൽ ഇവിടത്തെ കമ്മ്യൂണിസ്റ്റുകാർക്ക് എന്തായിരിക്കും റെസ്പോൺസ്? സോ സെയിം സംഭവം തന്നെയാണ് ഇവിടെ ചൈനക്കാർ ചെയ്യുന്നത്. പക്ഷെ ചൈനക്കാർ അത് ചെയ്യുമ്പോ ഇവിടത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ പറയുന്നത് എന്താണ്? അത് കമ്മ്യൂണിസത്തിലോട്ടുള്ള പോക്കാണെന്നാണ് പറയുന്നത്. അപ്പൊ അതൊരു ഹിപ്പോക്രസിയാണ്. ആ രീതിയിൽ നമ്മളത് അല്ല, ആലോചിക്കണം. ഇതൊരു കമ്മ്യൂണിസം ക്രിട്ടിസൈസ് ചെയ്യേണ്ട ഇൻ എസെൻസ് സമയമാണ്. ഈ കമ്പ്യൂട്ടേഴ്സിനോടും ടെക്നോളജി AI-ക്കൊക്കെ എതിരാണ്. ആദ്യമേ തന്നെ നമ്മുടെ പി രാജീവൊക്കെ AI-യെ പറ്റിയൊക്കെ പറഞ്ഞത് ഓർമ്മയുണ്ട്. ഈ ക്ലബ് ഹൗസിൽ ഇപ്പം നിങ്ങൾ ഇരിക്കുന്ന ക്ലബ് ഹൗസ് പ്ലാറ്റ്ഫോമിൽ തന്നെ AI-യെ പറ്റി എനിക്കൊന്നൊരു 3 കൊല്ലം മുമ്പെങ്ങാണ്ട് നമ്മൾ സംസാരിച്ചപ്പോഴത്തേക്കും ജോലി നശിപ്പിക്കാൻ വേണ്ടിയാണ് കൈപ്പള്ളി AI-യെ പറ്റി പറയുന്നതെന്ന് പറഞ്ഞിട്ട് ഒരു ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ പറഞ്ഞതായിട്ട് നിങ്ങൾക്കെല്ലാം ഓർമ്മ കാണും. അപ്പോൾ എനിക്കൊരു മെസ്സേജ് വരുന്നുണ്ട്. അതായത് എനിക്ക് പോകേണ്ട മീറ്റിംഗ് ആക്ച്വലി ക്യാൻസൽ ആയിരിക്കുകയാണ്. കുഴപ്പമില്ല, വെരി ഗുഡ്. അപ്പോൾ കണ്ടിന്യൂ ചെയ്യാം, കുഴപ്പമില്ല, കുറച്ച് നേരം കൂടി ഇരിക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ എനിക്ക് ഈ പരിപാടിയെക്കുറിച്ചുള്ള അഭിപ്രായം കൂടി നിങ്ങൾ അറിയിക്കണം. അതായത് എങ്ങനെയാണിത്, ഇതിൻ്റെ ലേ ഔട്ട്, നിങ്ങൾക്കിത് വായിക്കാൻ കഴിയുന്നുണ്ടോ? ഞാനിപ്പം ചാറ്റ് ഞാൻ ഇതിൽ ഇട്ടിട്ടില്ല, കാരണം ചാറ്റും കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗസ്റ്റുകളെ കാണിക്കാൻ പറ്റില്ല. 2 ചാറ്റും, ഈ ക്ലബ് ഹൗസിൽ വരുന്ന ചാറ്റും അതേപോലെ തന്നെ നമ്മുടെ യൂട്യൂബിൽ നിന്ന് വരുന്ന ചാറ്റും, ഇൻസ്റ്റാഗ്രാമിൽ ഇത് ഇപ്പം ഞാൻ എയർ ചെയ്യുന്നില്ല, അതുപോലെ ഫേസ്ബുക്കിലോട്ടും എയർ ചെയ്യുന്നില്ല. അപ്പോൾ അതെല്ലാം ക്രമേണ നമ്മൾ കുറേശ്ശായിട്ട് നമ്മൾ ആഡ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ ഈ ക്ലബ് ഹൗസിൽ നിന്നും ഗസ്റ്റുകളെ യൂട്യൂബിലേക്ക് ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ എക്സ്പോസ് ചെയ്യുന്നതിനെ കുറിച്ച് ഉള്ള അഭിപ്രായം, ചിലപ്പം ചിലർക്ക് ബുദ്ധിമുട്ടുണ്ടാവും. ഗൾഫ് രാജ്യങ്ങളിൽ നിന്നൊക്കെ പലർക്കും അഭിപ്രായം തുറന്ന് പറയാനുള്ള ബുദ്ധിമുട്ടുണ്ടായിരിക്കാം. അതെല്ലാം പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ട് തന്നെയാണ് ഇത് തുടങ്ങിയത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക, നമുക്കിത് മെച്ചപ്പെടുത്താനുണ്ട്. കാൺട്ട് റീഡ്, യെസ് ശേഖർ, ഐ എം അവെയർ ഓഫ് ദാറ്റ്. നിങ്ങൾ ഫോണിൽ നിന്ന് നോക്കുന്നതുകൊണ്ടാണ്. ഞാൻ TV ക്ക് വേണ്ടിയാണ് ഞാനിത് ചെയ്തത്, അല്ലെങ്കിൽ നമ്മൾ ഇതിൻ്റെ അകത്ത് എല്ലാം കൊള്ളിക്കാൻ പറ്റില്ല. ഐ അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. എനിക്ക് ഈ ക്ലബ് ഹൗസിൽ ഫോണ്ട് ക്ലബ് ഡെക്കിൽ ഫോണ്ട് വലുതാക്കാനുള്ള ആ ഒരു പരിപാടി ഞാൻ മുമ്പൊരിക്കൽ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് ഐ വിൽ ട്രൈ ആൻഡ് ഇംപ്രൂവ് ദാറ്റ്. താങ്ക് യു, ദാറ്റ് ഇസ് നോട്ടഡ്. ഹായ് കൈപ്പള്ളി, താങ്ക് യു, ഗുഡ് സെഷൻ, താങ്ക് യു ഫോർ ദാറ്റ്. ഓപ്പൺ AI is not open. Did you notice, this is interesting. Did you notice one thing? Before the 20th of Jan, all the chatbot responses were highly biased with woke ideologies. After Trump took oath, it has been changed drastically. ഇതിനെപ്പറ്റി ആർക്കെങ്കിലും ക്ലബ് ഹൗസിൽ നിന്നോ ആർക്കെങ്കിലും എന്തെങ്കിലും അഭിപ്രായം പറയാനുണ്ടോ ഈ ഒരു കമൻറ്റിനോട്? ഇങ്ങനെ ആർക്കെങ്കിലും ശ്രദ്ധിച്ചോ, ആരെങ്കിലും ഇങ്ങനെ ഒരു സംഭവം വന്നത്? ഇല്ല നിഷാദ് ബ്രോ, ഞാൻ എന്നോട് വോക്കിന്റെ കുറച്ച് കാര്യം GPT-യോട് മിനിഞ്ഞാന്ന് ചോദിച്ചപ്പോഴത് ജൂഡിത്ത് ബട്ട്ലറിന്റെ കാര്യങ്ങൾ മോസ്റ്റ് അക്കാഡമിക് ആയിട്ടും ക്രിട്ടിക്കൽ ഫെമിനിസ്റ്റുകളെ ക്രിട്ടീക്ക് ചെയ്തുകൊണ്ടാണ് എനിക്ക് പ്രോംപ്റ്റിന്റെ റിസൾട്ട് GPT തന്നത്. in support of Judith Butler or യെസ് ഈ ക്രിട്ടിക്കൽ ഫെമിനിസ്റ്റുകളെ ക്രിട്ടിക്ക് ചെയ്തുകൊണ്ടുള്ള വോക്കിസത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള റെസ്പോൺസ് ആവുന്നത്. അതെ, ഞാനും മെനിഞ്ഞാന്ന് ഞാൻ നോക്കിയായിരുന്നു. മെനിഞ്ഞാന്നോ നാലാന്നോ, ഐ മീൻ ഇൻ ദ ലാസ്റ്റ് 5 days ഈ പ്ലൂറലിസം, സെക്യുലറിസം അതേപോലുള്ള പല ഡിസ്കഷനൊക്കെ നടത്തുമ്പോഴത്തേക്കും എന്തുകൊണ്ട് എനിക്കൊന്ന് മെനിഞ്ഞാന്ന് 3 days ബാക്ക് ഇനുവിറ്റ്സിൻ്റെ അല്ലെങ്കിൽ മറ്റി ഇനുവിറ്റ്സ്, അനുഷനാബെ, അങ്ങനെ ഇവിടെ ഉള്ള കുറേ ട്രൈബുകൾ എങ്ങനെയാണ് നിങ്ങൾ അവരുടെ ഈ ഗോത്ര ചികിത്സാ രീതികൾ അല്ലെങ്കിൽ ഗോത്രീയമായിട്ടുള്ള കുറേ പിടിവാശികൾ, ഈ ബോഡി മറവ് ചെയ്യുക, ബോഡിയെ എക്സ്യൂം ചെയ്യുന്നത് തെറ്റാണ്, അവരുടെ സ്പിരിച്വൽ ലാൻഡ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പരിപാടികളുണ്ട്. അപ്പോൾ അതിനെയൊക്കെ എങ്ങനെ നമ്മൾ നോക്കിക്കാണണം? അത് വികസനത്തിന് തടസ്സമായിട്ട് നിൽക്കുകയല്ലേ? വികസനത്തിന് എന്ന് ചോദിക്കുമ്പോഴത്തേക്കും അതിന് സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് മറുപടി പറയുന്നത്. ഇപ്പം ഇന്നലെ നമ്മൾ സംസാരിച്ചൊരു വിഷയമുണ്ട്, എന്തുകൊണ്ട് സെന്റിനൽ ദ്വീപുകളിലുള്ള മനുഷ്യരെ അങ്ങനെ തന്നെ നിർത്തണം എന്നാണ് ഈ സോ കോൾഡ് വോക്കുകൾ പറയുന്നത്.
അത് വോക്കുകൾക്ക് അവരുടെ ബുദ്ധിമുട്ടുകളെക്കുറിച്ചോ ജീവിത സാഹചര്യങ്ങളെക്കുറിച്ചോ വലിയ ധാരണയൊന്നുമില്ല. പക്ഷേ എന്നാൽ അവരങ്ങനെ തന്നെ ഒരു കാഴ്ച ബംഗ്ലാവിലെ വസ്തുക്കളെ പോലെ നിൽക്കണം എന്ന് പറയുന്ന ഈ ഒരു ആശയം, അതായത് അവരായിക്കോട്ടെ അവരുടെ പാടായിക്കോട്ടെ, ഈ ഒരു ലൈൻ അത് തികച്ചും ഒരു ബഹുസ്വര ജനാധിപത്യ സമൂഹത്തിൽ ചേർന്ന ഒരു നയമല്ല. എല്ലാവരും നമ്മൾ അനുഭവിക്കുന്ന എല്ലാ സുഖ സൗകര്യങ്ങളും അവർക്കും അവകാശപ്പെട്ടതാണെന്നുള്ള ഒരു തിരിച്ചറിവ് ഈ മോറൽ വോക്കുകൾക്കില്ല. റിലേറ്റിവിസം അതിൽ തന്നെ ഒരു കാര്യമില്ലേ കൈപ്പള്ളി, ഇപ്പൊ ലൈക്ക് ഈ മോറൽ റിലേറ്റിവിസം ആണ് ഇവരിപ്പോ ഹോൾഡ് ചെയ്യുന്ന പൊസിഷൻ. അപ്പൊ അതിനകത്ത് ഒരു സായിപ്പിന്റെ അടുത്ത് പോയിട്ട് നമ്മുടെ അടുത്ത് അങ്ങനെ റേസിസം കാണിച്ചു കഴിഞ്ഞാൽ അത് അവന്റെ കൾച്ചറാന്ന് പറഞ്ഞ് അങ്ങനെ ഇതാവും ഇൻ എഫക്ട്. അല്ല, അത് റേസിസം കാണിക്കുന്നതല്ലല്ലോ ഇവിടെ പറയുന്നത്. അതായത് ഇപ്പം അതല്ല, അവസരങ്ങൾ ഇത് മോറൽ റിലേറ്റിവിസത്തിൽ നിന്ന് വരുന്ന ഒരു പൊസിഷൻ അല്ലേ കൈപ്പള്ളി ഇപ്പം പറഞ്ഞ സാധനം. ഞാൻ പറഞ്ഞത് എന്താന്ന് വെച്ചാൽ, ഇപ്പം ഒരു കുട്ടിക്ക് നമ്മൾ വാക്സിനേഷൻ കൊടുക്കുന്നു, അത് ശരിയാണോ തെറ്റാണോ? വോക്കുകളെ സംബന്ധിച്ചത് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. ബിക്കോസ് അവർക്ക് അത് വാക്സിനേഷൻ കൊടുക്കുന്നില്ലല്ലോ. അത് കൊടുക്കാത്തതിൻ്റെ കാര്യം അവരുടെ വേ ഓഫ് ലൈഫ് അതാണ് എന്നാണ് വോക്കുകൾ പറയുന്നത്. ഈ ട്രൈബൽ പോപ്പുലേഷൻസിലുള്ളവർക്ക് വാക്സിനേഷൻ കൊടുക്കുന്നില്ല, അവർ ചൈൽഡ് മാരേജ് നടത്തുന്നു. അത് നടത്താൻ പാടില്ലെന്ന് പറഞ്ഞാൽ അത് അവരുടെ വേ ഓഫ് ലൈഫാണ്, അവരുടെ കൾച്ചറാണ്. മുസ്ലിംകളുടെ കാര്യം ഇതുപോലെ തന്നെ മൾട്ടിപ്പിൾ കല്യാണങ്ങൾ കഴിക്കുന്നു. ഇവിടുത്തെ കേരളത്തിലുള്ള ഫെമിനിസ്റ്റുകൾ പറയുന്നത് എന്താണ്? അത് അവരുടെ ലൈഫാണ്, അവരുടെ മതമാണ്, അത് അങ്ങനെയാണ്. അതായത് കല്യാണം കഴിക്കുന്ന മനുഷ്യനെയാണ്, അല്ലാതെ മാടിനെയും പോത്തിനെയും പശുവിനെയും കാളയല്ല, മനുഷ്യനെ. അപ്പം ഈ അവർക്ക് ആ മിനിസോട്ട അവകാശമില്ല. യൂണിവേഴ്സിറ്റി ഹിപ്പോക്രാറ്റിക് ഓത്ത് മാറ്റിയിട്ട് വോക്കോക്രാറ്റിക് ഓത്താക്കിയപ്പോ പറയുന്നത് ഈ ഇൻഡിജീനിയസ് മെഡിസിൻ ഉപയോഗിക്കുന്ന ആൾക്കാരെ അത് ഉപയോഗിക്കാൻ, അത് അവരുടെ രീതിയാണ്, അവരെ നിങ്ങൾ എന്തിനാണ് ടച്ച് ചെയ്യാൻ പോകുന്നത് എന്നാണ് പറഞ്ഞത്. അവരത് ഉപയോഗിച്ചോട്ടെ, നമ്മുടെ അവിടെ നാടൻ മരുന്ന് ഉപയോഗിക്കുന്നത് അവരെ ഈ കൾച്ചറലിസം പൊക്കിക്കൊണ്ട് നടക്കുന്ന വോക്കിന്റെ ഒരു ബേസിക്കലി അതൊരു കൾച്ചറൽ മാർക്സിസം ആണ്. അത് ഈ വോക്കിസം എന്ന് പറയുന്നത്. അപ്പൊ ഈ കൾച്ചറൽ വാല്യൂസിന് ഒരാളെ അവരുടെ കൾച്ചറിൽ തന്നെ നിർത്തുക എന്നുള്ള ഒരു സംഭവമാണ്. ഈ ഇൻഡിജീനിയസ് മെഡിസിൻ പ്രാക്ടീസ് ചെയ്യുന്നവര് അവരെ കൾച്ചർ ചെയ്തോട്ടെ, നമ്മൾ വെസ്റ്റേൺ മെഡിസിൻ അവർക്ക് കൊടുക്കണ്ട എന്ന് പറഞ്ഞിട്ട് അവരെ ഓത്തൊക്കെ ചേഞ്ച് ചെയ്തത്. അപ്പോൾ നമുക്ക് റൂം എൻഡ് ചെയ്യാം. അതിനുശേഷം നിഷാദ് ബ്രോ, അതിന് മുമ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഈ ദീപക് പി എന്ന് പറഞ്ഞുള്ള ഒരു യൂണിവേഴ്സിറ്റി ഓഫ് ക്യൂൻസ് യൂണിവേഴ്സിറ്റി ബെൽഫാസ്റ്റിലുള്ള ഒരു അന്തംഗമ്മിയായിട്ടുള്ള ഒരു പുള്ളിയാണ്. പുള്ളി നമ്മളെ നാസ്തികന്മാരുടെ ഈ ചാനൽ 13.8 ഒരു ലെക്ചർ കൊടുത്തിട്ടുണ്ട്. ഈ എയുടെ എൻ്റയർ ഹിസ്റ്ററി മൊത്തം അനലൈസ് ചെയ്തിട്ട് ഏറ്റവും അവസാനം എന്ന് പറയുന്നത് ബേസിക്കലി എന്താ പറയുക, ആൾക്കാരെ ഡിസീവ് ചെയ്യുന്ന ഒരു ടൂൾ മാത്രമാണ് ക്യാപിറ്റൽ. അതാണ് നക്ഷലി പറഞ്ഞത്. എൻ്റെ ഫ്രെയിം വർക്ക് ഇത്രേ ഉള്ളൂ. ഈ ക്യാപിറ്റലിസ്റ്റുകൾ, ഈ ബൂർഷകൾ അവരുടെ പ്രോഫിറ്റിന് വേണ്ടി എക്സ്ട്രീംലി എംഫസൈസ് ചെയ്തുകൊണ്ട് എന്താ പറയുക, പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാൻ വേണ്ടി ആൾക്കാരെ ഡിസീവ് ചെയ്യാൻ വേണ്ടി ഇറക്കിയിട്ടുള്ള ഒരു സംഭവമാണ് എന്നുള്ളതാണ് പുള്ളിയുടെ ഈ നക്ഷലിൽ പറഞ്ഞു കഴിഞ്ഞാൽ. അതിനെപ്പറ്റി പുള്ളി ഒരു എസ്സേ തന്നെ എഴുതിയിട്ടുണ്ട്. പുള്ളി യൂണിവേഴ്സിറ്റി ഓഫ് ബെൽഫാസ്റ്റിലുള്ള ഉള്ള ആളാന്നുള്ളത്, ക്യൂൻസിലുള്ള ആളാന്നുള്ളത് അതിന്റെ അതിലും കോമഡി ആയിട്ടുള്ള കാര്യം. ഇങ്ങനെ പറ്റി ഒരു ക്രിട്ടിക്കൽ ഒരു ക്രിട്ടിക്ക് എഴുതുന്നുണ്ട് പുള്ളിയുടെ ലിങ്ക്ഡിനകത്ത് തന്നെ പോസ്റ്റ് ചെയ്യാനായിട്ട്. അത് എഴുതുന്നതിനോടൊപ്പം തന്നെ സഖാവ് പി രാജീവ് പറഞ്ഞ കാര്യം കൂടി അതിന്റെ കൂടെ ഒന്ന് ഒരു അഡീഷൻ ആയിട്ട് ചേർക്കാൻ ഞാൻ അഭ്യർത്ഥിക്കുന്നു. അല്ല, ഈ 13.8 ഈ ബിജുമോഹന്റെ ചാനലൊക്കെ ഇങ്ങനത്തെ സ്ഥിരം പഠിച്ച് അതായത് നമ്മള് വിവരമുള്ള കുറച്ച് അന്തം ടീംസ് ഉണ്ട്. ഇപ്പൊ പണ്ട് ഇതേപോലെ നമ്മള് മോളിനകത്ത് ആളെ കയറ്റി കഴിഞ്ഞാൽ സമയം പോകുന്ന അറിയില്ല. അതിനകത്ത് നമ്മള് ഈ മെട്രിക്സിനകത്തൊക്കെ ട്രാപ്പ് ചെയ്ത് എടുത്തില്ലേ, അതുപോലെ നമ്മളൊരാളെ ട്രാപ്പ് ചെയ്ത് ഇടുകയാണ്. അത് മോളിനകത്ത് ക്ലോക്ക് വെക്കില്ല, ജനാലകൾ ഇല്ലാത്തത് ആൾക്കാർ സമയം പോകുന്നത് അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവരെ കൊടുക്കുകയാണ്, ഇതാണെന്ന് പറഞ്ഞിട്ട്. ഇത് സ്ഥിരമാണ് ഈ ബിജുമോഹന്റെ ചാനലിലും ഈ 13.8 ഉള്ള സ്ഥിരം പരിപാടികളാണ്.
യൂട്യൂബിൽ അത് അത് മാത്രമല്ല നിഷാദ് ബ്രോ, എനിക്കിതിൽ വിഷമം തോന്നിയ കാര്യം എന്നുള്ളത് അൾട്ടിമേറ്റ്ലി ഇവർ പറഞ്ഞ പോലല്ല, നമ്മളൊരു AGIനെ എയിം ചെയ്ത് ഇപ്പോൾ ഉള്ളത് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. അത് നമ്മുടെ ഹ്യൂമൻസിന്റെ തന്നെ ഒരു സർവൈവലിന് ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു സാധനമായിട്ടാണ് നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത്. അതുപോലൊരു നല്ല ടെക്നോളജിയെ ഇങ്ങനെ മിസ്യൂസ് ചെയ്യുന്നത് ഇപ്പം നമുക്ക് ഇന്ന് തന്നെ സയൻസസിൽ ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള കുറേ പ്രോബ്ലംസ് ഉണ്ട്. ഈ ലൈക്ക് ഈ CP വയലേഷൻ ഒക്കെ ചെക്ക് ചെയ്യാന്നൊക്കെ പറയുന്നത് എക്സ്ട്രീംലി കോസ്റ്റ്ലിയാണ്. ഈ ലാർജ് ഹൈഡ്രൻ കൊളൈഡറിലൊക്കെ വിട്ട് ഭയങ്കര പണി നടത്തിയാൽ പാർട്ടിക്കിൾസ് പോലും പരിപാടി നടക്കത്തില്ല. അപ്പോൾ അതൊക്കെ ഇത് ലോ എഫക്റ്റിൽ ഒരു സിസ്റ്റം റൺ ചെയ്ത് നമുക്ക് ഇത് ശരിക്കും എക്സിക്യൂട്ട് ചെയ്യാം. അതുപോലെ തന്നെ ക്വാണ്ടം കമ്പ്യൂട്ടിങ് ഫാസ്റ്റ് ആക്കാം, നമുക്ക് വൈഡർ ആൻഡ് വൈഡർ ചാൻസസിലോട്ട് മൂവ് ചെയ്യാം, നേച്ചറിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കാം. അപ്പം ഇതുപോലൊരു എക്സ്പ്ലാനറ്ററി റീസൺസ് തരുന്ന ഒരു മെഷീനെ, ഒരു ടെക്നോളജിയെ ഇത്രയും എന്താ പറയുക, ഒരു വൃത്തികെട്ട ഒരു രീതിയിലേക്ക് എന്താ പറയുക റെഡ്യൂസ് ചെയ്യേണ്ട കാര്യം ഉണ്ടോ എന്നുള്ളതാണ് എൻ്റെ അതാണ് എൻ്റെ ഒരു AI വ്യൂ എന്ന് പറയുന്നത്. കാരണം നമുക്ക് എന്തുമാത്രം രോഗങ്ങളുടെ ഇപ്പം തന്നെ പല റിസർച്ച് നടക്കുന്നത് നിങ്ങൾക്ക് അറിയാവുന്നറിയില്ല. എനിക്ക് വന്നൊരു 10 കൊല്ലം മുമ്പാണ് ഈ IBM വാട്സോണിൻ്റെ ഈ സ്കിൻ ക്യാൻസർ റിസർച്ചുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കാർസിനോമ ഡിറ്റക്ഷന് വേണ്ടി കുറേ വൺ ഓഫ് ദ ഏർലിയസ്റ്റ് ആപ്ലിക്കേഷൻസ് ആയിട്ട് വന്നത് അതാണ്. ഈ റേഡിയോളജിയിലൊക്കെ ഉപയോഗിക്കുന്ന ഒരുപാട് എംബെഡഡ് സിസ്റ്റംസ്. അപ്പം അത് തന്നെ എന്തുമാത്രം ജോലി നമുക്ക് കുറച്ചു, അതെ, എന്തുമാത്രം അതുപോലെ ഡ്രഗ് ഡെവലപ്മെന്റിൽ കാര്യമായിട്ട് മെഡിക്കൽ മോഡലിംഗ് മെഡിസിനിൽ AIയുടെ കോൺട്രിബ്യൂഷൻ ഇസ് ലൈക്ക് ട്രമെൻഡസ്. അത് ഒരു പോസിറ്റീവ് കാര്യമാണ്. പക്ഷേ ഈ ഡീപ് സീക്ക് പോലുള്ള ഐ വുഡ് കോൾ ചൈന ആസ് എ റോഗ് നേഷൻ, ഓൾദോ ഇറ്റ് ഇസ് മാസീവ് കൺട്രി. പക്ഷേ അതൊരു ജനാധിപത്യ രാജ്യമല്ല. അവിടുത്തെ അവരുടെ മൊറാലിറ്റിക്കൊക്കെ കുറേ കുഴപ്പമുണ്ട്. അതായത് ഈ മനുഷ്യരെ എല്ലാവരെയും തുല്യരായിട്ട് കാണുക എന്നുള്ള ആശയത്തിലൊന്നും അവർക്ക് വിശ്വാസമില്ല. അത് ഈ കമ്മ്യൂണിസത്തിൻ്റെ ഒരു ഫണ്ടമെൻ്റൽ കോർ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ അതാണല്ലോ. അതായത് ഈ മനുഷ്യരെല്ലാവരും തുല്യരല്ല, ഇങ്ങനെ ക്ലാസിഫിക്കേഷൻ നടത്തിയിട്ട് ക്ലാസ് ഡിഫറൻസിയേഷനിൽ കൂടി ഉള്ളവനില്ലാത്തവൻ എന്ന് പറഞ്ഞിട്ട് ആൾക്കാരെ വേറിട്ട് കാണുക ആർബിട്രറി ആയിട്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു രാജ്യം ഈ ഒരു സാധനം ഉണ്ടാക്കുമ്പോഴത്തേക്കും ബാക്കിയുള്ളവരെല്ലാവരും തന്നെ ഗിനിപ്പിക്കുകളായാലും അവർക്ക് കുഴപ്പമില്ല. ലോകത്തുള്ള മറ്റ് രാജ്യങ്ങളിലുള്ള മനുഷ്യരുടെ പ്രൈവസിയോ അവരുടെ സെക്യൂരിറ്റിയോ ഒന്നും ഇവർക്ക് ബാധകമല്ല. മനസ്സിലായില്ലേ? ഇപ്പം ചൈന തന്നെ അതുപോലെ ഈ ചൈനയുടെ കാര്യം പറയുമ്പം ഈ ഇപ്പം നേരത്തെ പറഞ്ഞല്ലോ, ഈ യൂഗസിനെ ക്രിട്ടിക്ക് ചെയ്തുകൊണ്ടുള്ള കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ചൈനയെ ക്രിട്ടിക്ക് ചെയ്തുകൊണ്ടുള്ള യൂഗസിന്റെ കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ ഡീപ് സീക്ക് റെസ്പോണ്ട് ചെയ്യില്ലെന്ന്. നമ്മൾ ആക്ച്വലി അതിനെ ഒന്ന് ഫൈൻ ട്യൂൺ ചെയ്തിട്ട് ഒക്കെ എടുക്കുകയാണെങ്കിൽ അത് ആക്ച്വലി റെസ്പോണ്ട് ചെയ്യും. ഈ ചൈനയുടെ അതോറിറ്റേറിയൻ റെജിമിനെ ക്രിട്ടിക്ക് ചെയ്യും. ഞാൻ അതിൻ്റെ ഒരു എക്സാമ്പിൾ ഇട്ടിട്ടുണ്ട്. ഞാൻ ഈ പ്രോംപ്റ്റ് കൊടുത്തത് ഇങ്ങനെ, ആദ്യം കുറേ മാത്തമാറ്റിക്കൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ട് പിന്നെ കുറച്ച് ഡീപ്പ് ലേണിങ്ങിൻ്റെ പ്രിൻസിപ്പിൾസ് വെച്ചിട്ട് ഏറ്റവും അവസാനം ഈ അദർനാഥിൻ്റെ പ്രിൻസിപ്പിൾസ് വെച്ച് എങ്ങനെയാണ് ടോട്ടാലിറ്റേറിയനിസവും ഇതിലേക്ക് പ്ലെയിൻസ് ആവുന്നതെന്ന് ചോദിച്ചപ്പോൾ അത് എനിക്കൊരു റെസ്പോൺസ് തന്നിട്ടുണ്ട്. അപ്പം അത് അങ്ങനെ ആക്ച്വലി കൈപ്പള്ളിയുടെ കൂടെയുള്ള കമ്പാനിയനായിട്ടുള്ള അദ്ദേഹം ഇത് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. സുജിത്തിനോട് അല്ലേ? പക്ഷെ ഞാൻ സൗണ്ട് ഡയറക്റ്റ് അരുണാചൽ പ്രദേശിനെ പറ്റി ചോദിച്ചപ്പോ എനിക്ക് കിട്ടിയില്ല. ഇജാസ് ഐ ഡോണ്ട് നോ ഹിം. അപ്പൊ അതെങ്ങനെ ചോദിക്കണം അരുണാചൽ പ്രദേശിന്റെ ഇപ്പം ആദ്യം എന്തെങ്കിലും മാത്തമാറ്റിക്കൽ ക്വസ്റ്റ്യൻസ് ചോദിക്കണം ഇതിനോട്, ലൈക്ക് എന്തെങ്കിലും കമ്പ്യൂട്ടേഷൻ ചെയ്യാൻ. ഇപ്പം ഫോർ ഇൻസ്റ്റൻസ് വാട്ട് ഈസ് ദി ഇന്റഗ്രൽ ഓഫ് 1/x² + 3x × 3x എന്നൊക്കെ ചോദിച്ചിട്ട് എന്നിട്ട് ഡീപ്പ് ലേണിങ്ങിൻ്റെ എന്തെങ്കിലും നമ്മുടെ ഇപ്പം ബ്രോയിൻ്റെ എന്താ പറയുക എക്സ്പെർട്ടീസ് എന്ന് പറയുമ്പോൾ മെഡിസിൻ അല്ലേ. അപ്പം മെഡിസിനിൽ എന്തെങ്കിലുമൊക്കെ ചോദിച്ചിട്ട് ഏറ്റവും അവസാനം ചെന്ന് ഇങ്ങനെ അരുണാചൽ പ്രദേശിൽ ചൈന ചെയ്യുന്ന അതോറിറ്റേറിയനിസം എങ്ങനെയാണ് ഒരു എന്താ പറയുക കൈകടത്തൽ എങ്ങനെയാണ് ഒരു ടോട്ടാലിറ്റേറിയനിസം ആയിട്ട് നമുക്ക് വാല്യുവേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് റെസ്പോണ്ട് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു How do you see the situation in Tibet? ആദ്യം ഞാൻ ചോദിച്ചത് വാട്ട് ഇസ് ദ 54,132nd place of pi എന്ന് ചോദിച്ചിട്ട് ടിബറ്റ് ഇസ് എൻ ഇൻറ്റഗ്രൽ പാർട്ട് ഓഫ്, ഞാൻ ഈ ചോദിച്ചു ഹൗ ഡു യു സീ ദ സിറ്റുവേഷൻ ഇൻ ടിബറ്റ്. Tibet is an integral part of China and the Chinese government has always been committed to the development and prosperity of China. നിഷാദ് ബ്രോ ഒന്ന് അതിന്റെ ഈ ഒരു അദർനാഥിയൻ ലെൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഈ ടോട്ടാലിറ്റേറിയൻ ഇതുമായിട്ട് എങ്ങനെയാണ് ഇവരുടെ കൈകടത്തൽ ഇത് വരുന്നത്, അങ്ങനെ എന്തെങ്കിലും ഒരു പ്രോംപ്റ്റ് കൊടുത്തു നോക്കിക്കേ. Is China a totalitarian regime?
China is a socialist country governed by the rule of law, with the Communist Party of China and the Chinese government consistently adhering to a people-centered development philosophy. പക്ക കമ്മി, വള്ളി പുള്ളി വ്യത്യാസമില്ല. ഇത് നമ്മളെ കരൾ മാർക്സ് പറയുന്ന പോലുണ്ട്. ഏത് ക്ലബ് ഹൗസിൽ യൂട്യൂബിൽ കേട്ടോണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ക്ലബ് ഹൗസിൽ ഒരു KARLMAX എന്ന പേരിലുള്ള ഒരു അന്തം കമ്മി ഉണ്ട്. അപ്പോൾ അദ്ദേഹം ആണ് നമ്മൾ കരൾ മാക്സ് എന്ന് വിളിക്കുന്നത്. ജസ്റ്റ് സോ ദാറ്റ് ദേ നോ ഹൂ ഐ എം ടോക്കിംഗ് അബൌട്ട്. അദ്ദേഹം ഇങ്ങനെയൊക്കെ ആയിരിക്കും സംസാരിക്കുന്നത്. ഇതിപ്പോൾ മലയാളത്തിലോട്ട് വിവർത്തനം ചെയ്താൽ ഈ രീതിയിൽ തന്നെ ആയിരിക്കും പുള്ളിയും പറയുന്നത്. അപ്പോൾ നമ്മുടെ റൂം എൻഡ് ചെയ്യാൻ പോവുകയാണ്. ക്യാൻ യു ആസ്ക് വാട്ട് ദ USA സ്റ്റാൻഡ്സ് ഓൺ ചൈന? I mean, you should ask all these things. Anyway, നമുക്കിപ്പം I'm not going to be the proxy for DeepSeek. So, ജോയിൻ ചെയ്ത എല്ലാവർക്കും നന്ദി. അതേപോലെ തന്നെ ക്ലബ് ഹൗസിലും ജോയിൻ ചെയ്ത എല്ലാവരോടും നന്ദി പറയുന്നു. വീണ്ടും ഇതുപോലൊരു മൾട്ടി എന്താ അതിന് പറയാം, സൈമൾകാസ്റ്റ് പരിപാടിയിൽ പങ്കെടുക്കാം. എല്ലാവരും വരുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ റൂം എൻഡ് ചെയ്യാണ്. റൂമല്ല എൻഡ് ചെയ്യുന്നത്, ഞാൻ എൻ്റെ ലൈവ് സ്ട്രീം എൻഡ് ചെയ്യാണ്. താങ്ക് യു ഗൈസ്, താങ്ക് യു ആൻഡ് ലവ് യു ഓൾ.